الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما توفيقي إلا بالله عليه توكلت وإليه أنيب بسم الله ما شاء الله كان وما توفيقي إلا بالله عليه توكلت وإليه أنيب بسم الله ما شاء الله كان وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقترب للناس حسابهم وهم في غفلة معرضون ما يأتيهم من ذكر من ربهم محدث إلا استمعوه وهم يلعبون لاهية قلوبهم قرآن بين الله عز وجل إن أول ما يسأل عنه العبد يوم القيامة ألم نصح جسمك ونربك من الماء البارد فأين شكر ذلك أو كما قال سيدنا وحبيبنا رسول الله إذا ما الليل أظلم كابدوه فيسفر عنهم وهم ركوع أطار الخوف نومهم فقاموا وأهل الأمن في الدنيا هجوم إذا ما الليل أظلم كابدوه فيسفر عنهم وهم ركوع أطار الخوف نومهم فقاموا وأهل الأمن في الدنيا هجوم لهم تحت الظلام وهم سجود أنين منه تنفرج اللؤلؤ وخرص في النهار لطول صمته
عليهم من سكينتهم നീ ചെയ്ത തെറ്റിൻ ഡഴമോർത്തിട്ടുടനടി നിറയട്ടെ മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. ഇത് കണ്ട് നിന്നോ ഡലിവ് റബ്ബിന് തോന്നണം, പടിവാതിലൊഴിയാതവിടെ നിന്ന് നീ കരയണം. പറയേണ്ടതാണവനോട് യാ റഹ്മാനേ, ഒളിവിൽ കഴിഞ്ഞൊരു പുള്ളിയാണിത് കോനേ. പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ, പൊറുക്കുന്നവനാരുണ്ട് നീ അല്ലാതെ. ഗതിമുട്ടി വന്നവനാണു തെണ്ടാനിന്നു ഞാൻ, അതുകൊണ്ട് പറയരുതെന്റെ റബ്ബേ പോകുവാൻ. വഅലമൂ യാ ഉമ്മത്ത സയ്യിദുനാ മുഹമ്മദ്. സ്ഥലകാല സങ്കല്പങ്ങൾക്ക് അതീതനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹലായ ഫضل കൊണ്ട് നമ്മുടെ ഈ സംഗമത്തെ കബൂലാക്കുമാറാകട്ടെ. ഇതിന് പകരം അവന്റെ മഗ്ഫിറത്തിന്റെയും റഹ്മത്തിന്റെയും അനുഗ്രഹീത സോപാനമാകുന്ന വിശുദ്ധ സ്വർഗം പുൽകാനുള്ള ഭാഗ്യം അല്ലാഹു നൽകുമാറാകട്ടെ. ഈ മജ്‌ലിസ് സംഘടിപ്പിക്കപ്പെട്ടതിന്റെ പിന്നിലുള്ള ലക്ഷ്യമെന്താണോ ആ ലക്ഷ്യം നിശ്ചയിച്ചതിനേക്കാൾ ഉപരി വിജയത്തിലെത്തിച്ചുകൊണ്ട് സന്തോഷത്തോടെ ആത്മനിർവൃതിയോടെ ഈ മജ്‌ലിസിന്റെ പരിസമാപ്തി കുറിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കത്തുൽ മുക്കറമയുടെ അനുഗ്രഹീത പ്രസിഡന്റ്, എൻ്റെ പ്രിയ സുഹൃത്ത് മുബാറക്, മറ്റേ മഹനീയ മജ്‌ലിസിലുള്ള ഈ പരിശുദ്ധമായ പള്ളിയുടെ ആത്മീയ ആചാര്യന്മാരായ ബഹുമാന്യരായ ഖാസിമി ഉസ്താദ്, മന്നാനി ഉസ്താദ്, മറ്റേ മഹനീയ മജ്‌ലിസിൽ സംഗമിച്ച അനുഗ്രഹീത സഹോദരങ്ങളെ, നല്ലവരായ ഉമ്മമാരെ, ബഹുമാന്യരായ സഹോദരിമാരെ, മക്കത്തുൽ മുക്കറമയുടെ ചുണക്കുട്ടികളടക്കം ഈ പരിശുദ്ധ മജ്‌ലിസിലുള്ള അനുഗ്രഹീത യുവ മിഥുനങ്ങളെ, മുത്തഅല്ലിമീങ്ങളെ, കൊച്ചുമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മതസ്പർദ്ധകളാൽ വൈരം തീർക്കപ്പെടാത്ത തലത്തിൽ വളരെ ഐക്യത്തോടെയും സംയമനത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന നല്ലവരായ ഇതര മതാനുയായികളുടെ സംഗമ ഭൂമികയായ ഈ അനുഗ്രഹീത നാട്ടിൽ നല്ലവരായ ഇതര മതാനുയായികൾ ആരെങ്കിലും ഈ വിനീതന്റെ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ, മാനുഷിക മൂല്യങ്ങൾക്ക് അർഹിച്ച വില കൽപ്പിക്കുന്ന മതമായ വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ആത്മാവിൻ്റെ വിസ്മയ യാത്രകൾ എന്ന വിശാലമായ ഒരു വിഷയത്തിൻ്റെ സമാപനമാണ് ഇന്നത്തെ ഈ മജ്‌ലിസ്. നാളെയും മറ്റന്നാളും കൂടിയിട്ട് സുന്ദരമായ ഒരു പ്രഭാഷണത്തിൻ്റെ മജ്‌ലിസ് ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. അല്ലാഹു പൂർണ്ണമായ വിജയത്തിലെത്തിക്കുമാറാകട്ടെ. ഈ മജ്‌ലിസ് എല്ലാ വർഷത്തെയും പോലെയല്ല. ഈ വർഷം ഒരു പ്രത്യേകമായ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഈ പരിപാടി തുടങ്ങിയത്. അൽഹംദുലില്ലാഹ്, ഇന്ന് പ്രഭാഷണത്തിന്റെ 3-ാമത്തെ ദിവസത്തിൽ കടന്നു നിൽക്കുമ്പോൾ ഈ നമ്മുടെ അനുഗ്രഹീതമായ പള്ളിയുമായി ബന്ധപ്പെട്ട് മക്കത്തുൽ മുക്കറമയുടെ അനുഗ്രഹീത സഹോദരങ്ങളാൽ അല്ലാഹു തആല പരിശുദ്ധമാക്കിയ ഈ ഇസ്ലാമിക് ലൈബ്രറിയുടെ മെമ്പർമാരാൽ അല്ലാഹു തആല പരിശുദ്ധമാക്കി തന്ന ഈ മജ്‌ലിസിന്റെ 3-ാമത്തെ ദിവസം എത്തിയപ്പോൾ പള്ളിയുമായി ബന്ധപ്പെട്ട അനുഗ്രഹീതമായ ഒരു ലക്ഷ്യത്തിന്റെ ഉത്തരം അല്ലാഹു തആല നൽകി കഴിഞ്ഞു. അക്കണക്കിന് ഇനിയുള്ള 2 ദിവസം കൂടി കഴിയുമ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു ഇത് പൂർണ്ണതയിലെത്തിക്കും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. ഇൻഷാ അല്ലാഹ് ആദ്യമായി എനിക്ക് ഉണർത്താനുള്ളത്, പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ അപൂർവം ചില വിശാല മനസ്കരിൽ നിന്ന് മാത്രം കണ്ടുവരുന്ന തരത്തിൽ
ഈ മജ്‌ലിസിന് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം നമ്മുടെ പള്ളിയുടെ പെയിന്റടിയുമായി ബന്ധപ്പെട്ട വന്ന കടമായിരുന്നു, അല്ലേ? 1,00,000 രൂപയോളം, 1,00,000 പുറത്തുണ്ടായിരുന്ന കടം വീടുക എന്ന ലക്ഷ്യമാണ് മർമ്മപ്രധാനമായിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ബാക്കി അതിർത്തി തിരിച്ച് മതില് കെട്ടുക, ചുറ്റുമതിലും തറയും, അല്ലേ? കാരണം എല്ലാ പള്ളികളും അത്തരത്തിലാക്കി മാറുമ്പോൾ നമ്മുടെ വീടുകൾ നമ്മൾ സുന്ദരമാക്കി തീർക്കുമ്പോൾ നമ്മുടെ പള്ളിയും അത്തരത്തിലാക്കി മാറ്റണം എന്ന ഒരു കടമ്പ കൂടി ഉണ്ടായിരുന്നെങ്കിലും ഒരു സഹോദരൻ അൽഹംദുലില്ലാ 1,04,000 രൂപയോളം ഈ പരിശുദ്ധമായ പള്ളിയുടെ പെയിന്റടിയുമായി ബന്ധപ്പെട്ട കടം തീർക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ, ജീവിതത്തിൽ അങ്ങോളം വിശാലത അല്ലാഹു തആല നൽകുമാറാകട്ടെ. ഇതിന് പകരം ദുനിയാവും ആഖിറവും അല്ലാഹു തആല വിജയത്തിലെത്തിച്ചുകൊണ്ട് ആ സഹോദരനെയും കുടുംബത്തെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. തന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് മുഴുവനും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറിയ മജ്‌ലിസാണെങ്കിലും എൻ്റെ മേലൊരു ഉത്തരവാദിത്തമുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ നിർവഹിക്കാം. ആത്മാവിന്റെ വിസ്മയയാത്രകൾ നമ്മൾ തുടങ്ങി. അർവാഹികളുടെ ലോകത്തുണ്ടായിരുന്ന ഒരു ഘട്ടം പറഞ്ഞു. പിന്നെ 9 മാസം ചില്ലറ ദിവസവും മാതാവിന്റെ ഗർഭപാത്രത്തിലുണ്ടായിരുന്ന കാലം കഴിഞ്ഞു. അതിനുശേഷം നേരെ ദുനിയാവിലേക്ക് വന്നു. ഇവിടുത്തെ ദുനിയാവിന്റെ ജീവിതത്തിന്റെ കാലങ്ങളെ സംബന്ധിച്ചും ഇവിടുത്തെ യാത്രകളെ സംബന്ധിച്ചും ചുരുങ്ങിയ ലെവലിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു. അവസാനം മരണത്തിലേക്ക് കൊണ്ടുവച്ചു. അതായത് ആത്മാവിന്റെ 3ാമത്തെ ഘട്ടവും കഴിഞ്ഞു. നമ്മളിപ്പോ മരിച്ചു എന്ന് വെക്കുക, ആത്മാവിന്റെ 3ാമത്തെ ഘട്ടവും പൂർത്തിയായി. വിസ്മയ യാത്രകളുടെ 3ാമത്തെ താവളവും തീർന്നു. 4ാമത്തെ താവളത്തിലേക്ക് യാത്ര തിരിക്കാൻ പോകുന്നു. ഇവിടെ ഉമ്മമാരുടെ ഉദരങ്ങളിൽ നിന്ന് ജന്മം നൽകപ്പെടുന്ന നേരത്ത് ഈ റൂഹും ശരീരവും ഒന്നാക്കപ്പെട്ട തരത്തിലാ തന്നത്. അതായത് ശരീരമാകുന്ന വാഹനത്തിൽ സന്നിവേശിപ്പിക്കപ്പെട്ടിരുന്നു നമ്മളാകുന്ന ആത്മാവുകൾ. അങ്ങനെ സന്നിവേശിപ്പിക്കപ്പെട്ടുകൊണ്ടാണ് ഭൂമിയിലേക്ക് നമ്മളെ ഇറക്കിയതെങ്കിൽ ഇവിടെ നിന്ന് ആത്മാവ് തിരിച്ചു പോകുമ്പോൾ ശരീരത്തെ ഉപേക്ഷിക്കുകയാണ്. അതാണ് മരണമെന്ന പ്രക്രിയ. എല്ലാവരും മരിക്കും. ഇന്നലെ ഞാനിവിടെ വാഴ പറയുമ്പോൾ ചിറയൻകീഴിൽ നിന്ന് ചില സഹോദരങ്ങൾ വരാമെന്നേറ്റിരുന്നു. ഈ മജ്‌ലിസിൽ അവർക്ക് വരാൻ കഴിഞ്ഞില്ല. കാരണം അവരുടെ കൂട്ടത്തിൽപ്പെട്ട നാദിർ ഷാ എന്ന സഹോദരന്റെ ഉമ്മയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരിയുടെ 2 വയസ്സുള്ള മകൻ പൂന്തുറയിലുള്ള കുട്ടി വെള്ളത്തിൽ വീണ് മരണപ്പെട്ടു. അല്ലാഹു നമ്മുടെ പൊന്നുമക്കളെ മുഴുവനെയും സംരക്ഷിക്കുമാറാകട്ടെ. അപകടങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ അരുമ മക്കളെയും കുടുംബങ്ങളെയും അല്ലാഹു കാക്കുമാറാകട്ടെ. ഇന്നലെ നമ്മളിവിടെ പറയുമ്പോഴും മരണമെന്നത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. നമുക്കിടയിൽ കഫാബിൽ മൗത്തി വാഇല, മരണമാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഉപദേശം. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രഭാഷകൻ മരണമാണെന്ന് ഹബീബുനാ വ സയ്യിദുനാ വ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ അത്തരത്തിൽ ഒരു മരണം, എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തോ ആകട്ടെ. അപ്പൊ ആ 2 വയസ്സുള്ള പൊന്നുമോന് അവന്റെ ആത്മാവ്, അതാണല്ലോ ആ കുട്ടി, അങ്ങനെ കരുതാം. ആ 2 വയസ്സുള്ള കുട്ടി കരുതുകയല്ല, അതാണ് യാഥാർത്ഥ്യം. ആ 2 വയസ്സുള്ള പൊന്നുമോനെ സംബന്ധിച്ചിടത്തോളം ആത്മാവിന്റെ 3ാമത്തെ വിസ്മയ യാത്രയുടെ 3ാമത്തെ ഘട്ടമാകുന്ന ഈ ദുനിയാവിലെ ജീവിതം 2 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. 2 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോ ഇവിടെ ഉപേക്ഷിച്ചിട്ട് അടുത്ത ലോകത്തേക്ക് കുട്ടി യാത്ര തിരിച്ചു. അങ്ങനെ വ്യത്യാസമുണ്ട്. ചിലപ്പോ 30 വയസ്സരുണ്ടാകും, ചിലപ്പോ 60 വയസ്സരുണ്ടാകും, ചിലപ്പോ 50 വയസ്സരുണ്ടാകും, ചിലപ്പോ 90 വയസ്സരുണ്ടാകും. ഇങ്ങനെ പല രീതിയിലുള്ള പ്രായങ്ങളുടെ വ്യത്യാസങ്ങളുണ്ട്. അത് കഴിയുമ്പോൾ മരണമെന്ന പ്രക്രിയയിലൂടെ നമ്മുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പറപറക്കും. എങ്ങനെ റൂഹ് പിടിക്കുക? ആ സഹോദരങ്ങളൊക്കെ വന്ന് മുമ്പിലേക്ക് ഇരിക്കണം കേട്ടോ, മുമ്പിലേക്ക് ഇരിക്കുക. എനിക്ക് മുമ്പിലാ കുറച്ച് ആളിനെ കിട്ടേണ്ടത്. അത് കഴിഞ്ഞിട്ട് അത് കണ്ടിട്ട് ആ കുട്ടികളെല്ലാം കൂടെ കസേരയിൽ പിടിച്ച് പിടിപ്പിക്കണം. അല്ലേ മുബാറക്ക്? അൽഹംദുലില്ലാഹ്. ഉള്ളവരൊക്കെ വന്ന് ഫ്രണ്ടിലിരിക്കുക. ഇൻഷാ അല്ലാഹ്. വലൈക്കും സലാം. മക്കളെ ശ്രദ്ധിച്ചേക്കണം, നൗഫലും എല്ലാവരും കേട്ടോ. വരുന്നവരെ കൊണ്ടൊന്ന് മുമ്പിലിരുത്തുക. ഇൻഷാ അല്ലാഹ്. അതിഥികളായിട്ട് വരുന്നവരെ അങ്ങനെ തന്നെ കൊണ്ടുവരിക. വലൈക്കും സലാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെന്നാ റൂഹ് പിടിക്കണേന്നറിയോ? ഇത് എവിടെന്നാ? പതപ്പിന്നാ റൂഹ് ഊരുക. നമ്മളെ പതപ്പ് പറയുമല്ലോ, നമ്മളെ ഉമ്മമാര് പറയുമല്ലോ, പതപ്പി തുടരുത് കുട്ടികളെ. ഇവിടെ ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കും ചെറിയ മക്കളുടെ. ഇവിടെന്നാ റൂഹ് ഊരുക. ശരീരം മുഴുവനും സന്നിവേശിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആത്മാവ്, ആ ആത്മാവിന്റെ വിസ്മയാത്രകളുടെ 3ാമത്തെ ഘട്ടമാകുന്ന ദുനിയാവിന്റെ ആയുസ് അറം പറ്റുമ്പോൾ, ദുനിയാവിന്റെ ആയുസ് തീരുമ്പോ
മലക്കുൽ മൗത്ത് അസ്രായീൽ ഭൂമിയിൽ ഇറങ്ങും. അതിനവിടെ വേറെ വിവരം കിട്ടും. മരിക്കാൻ പോകുന്ന ആളുടെ ഫുൾ അഡ്രസ്സ് അവിടെ കൊടുക്കും. 7 ആകാശങ്ങൾക്കും അപ്പുറം അർശ് എന്ന അള്ളാഹുവിന്റെ രാജകീയ സിംഹാസനത്തിന്റെ താഴെ നമ്മുടെ പേരുകൾ മുഴുവനും റെക്കോർഡ് ചെയ്യപ്പെട്ട, എഴുതി രേഖപ്പെടുത്തപ്പെട്ട തരത്തിലുള്ള ഒരു വൃക്ഷത്തിന് സമാനമായ, അതാ തശ്ബീഹാക്കപ്പെട്ടത്, ഒരു വൃക്ഷത്തിന് സമാനമായ ഒരു സൃഷ്ടിയുണ്ട്. ഓരോരുത്തരുടെ ആയുസ് തീരാൻ നേരാവുമ്പോൾ ആ അഡ്രസ്സ് അടങ്ങിയ ഈ വൃക്ഷത്തിന്റെ ഇലയ്ക്ക് സമാനമായ ആ പടപ്പ്, അതെന്താണെന്നറിയില്ല, അത് നേരെ അസ്രായീലിന്റെ മുമ്പിലേക്ക് എത്തും. അസ്രായീൽ ആ വിവരം നോക്കും. അതനുസരിച്ച് ഭൂമിയിൽ ഇറങ്ങുക. അതിനനുസരിച്ച് അവിടെ ചൂട് പിടിച്ച ചർച്ച, ഇവിടെ നാള് പോകാനായി, അയാളുടെ റൂഹ് പോകാനായി, അടുത്ത സമയത്ത് എത്തിക്കാനായി, ഇന്ന സ്ഥലത്ത് വെച്ച് റൂഹ് പിടിക്കണമെന്നുള്ള ചർച്ച അവിടെ നടക്കുമ്പോൾ അതിൻ്റെ ആൾക്ക് ഇവിടെ ഒരു നെഞ്ചിനൊരു പെടച്ചിൽ പോലെ, ഒരു തലകറക്കം പോലെ, ഒരു മറിഞ്ഞു വീഴൽ പോലെ, വാഹനത്തിലിരുന്ന് ഉറങ്ങും പോലെ പല പല കാരണങ്ങൾ ഇവിടെ സംഭവിക്കും. ഇങ്ങനെ സംഭവിക്കുക. നേരെ അസ്രായീലെത്തും. കറക്റ്റ് സമയം എത്തുമ്പോൾ, ആത്മാവിന് പോകേണ്ട നേരെ എത്തുമ്പോൾ വരും, റൂഹ് പിടിക്കും. അങ്ങനെ റൂഹ് പിടിക്കാൻ തുടങ്ങുമ്പോൾ എത്ര പേരാ റൂഹ് പിടിക്കാൻ പറഞ്ഞെന്നറിയോ? അസ്രായീൽ മാത്രമൊന്നുമില്ല, 300 മലക്കുണ്ടാവും. എൻ്റെ ഉമ്മമാര് സഹോദരിമാരൊക്കെ മനസ്സിലാക്കിയോ, മരിക്കേണ്ടവരാ. 300 മലക്കുണ്ടാവും. ഈ 300 മലക്കുകളും വന്ന് ചുറ്റി നിന്നിട്ട് അവർക്ക് നേതൃത്വം നൽകി അസ്രായീൽ ഉണ്ടാവും. ആ നേതൃനിരയിൽ ഇടയിൽ നിന്നുകൊണ്ടാണ് ഈ 300 മലക്കുകളെ കണ്ടിട്ട് വേണം നമുക്ക് മരിക്കാൻ. അതോടൊപ്പം തന്നെ ശൈത്താന്റെ സൈന്യവും ഉണ്ടാകും നരകത്തിലേക്ക് ഈ ആത്മാവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ റഹ്മത്തിന്റെ മലക്കുകളും ഈ ശൈത്താന്റെ സൈന്യവും തമ്മിൽ യുദ്ധം വരെ നടക്കുമെന്നും മരിക്കാൻ കിടക്കുന്ന അവന്റെ റൂഹ് ഇതൊക്കെയും കണ്ടുകൊണ്ടിരിക്കുമെന്നും മഹാന്മാര് പഠിപ്പിക്കുമ്പോൾ ഇതിനിടയിൽ നിന്നിട്ട് വേണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിക്കാൻ. ഇവിടെയാണ് ഇന്നലത്തെ 2 മരണങ്ങൾ ഞാൻ നിങ്ങളും വിലയിരുത്തേണ്ടത് പ്രിയപ്പെട്ടവരെ. എന്തോ ആവട്ടെ, അള്ളാഹു ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഇവിടെ നിന്നാ റൂഹ് പിടിക്കുക. ഇവിടെ നിന്നിങ്ങനെ ഊരും. ഇവിടെ നിന്നിങ്ങനെ ഊരുമ്പോൾ ശരീരം മുഴുവനും അന്തർലീനമായി കിടക്കുന്ന ആത്മാവ് ശരീരത്തിന്റെ കണങ്കാലിന്റെ തള്ളവിരലിന്റെ അഗ്രഭാഗം മുതൽ താഴോട്ടിറങ്ങും. ഇവിടെ നിന്നിങ്ങനെ ഊരിക്കുമ്പോൾ, ഇവിടെ നിന്നിങ്ങനെ ഊരി തുടങ്ങുമ്പോ തള്ളവിരലിന്റെ കണങ്കാലിന്റെ തള്ളവിരലിന്റെ അഗ്രഭാഗം മുതൽ റൂഹ് താഴേക്ക് ഇറങ്ങും. ആദ്യമായി നമ്മുടെ ശരീരത്തിൽ നിന്ന് മരിക്കുന്നത് തള്ളവിരല, കാലിന്റെ തള്ളവിരൽ. പിന്നെ അതോടൊപ്പം ചേർന്ന് ചെറുവിരലുകൾ ഇങ്ങനെ മരിക്കും. പിന്നെ അവിടെ നിന്ന് വന്നു കണങ്കാല്, കാലിന്റെ കുഴ മരിക്കും. അവിടെ നിന്ന് വന്ന മുട്ടുംകാല് മരിക്കും. പിന്നെ എളിഭാഗം മരിക്കും. ഇങ്ങനെ ആത്മാവ് ശരീരത്തിൽ നിന്നും ഉയരുന്നത് എങ്ങോട്ട് പോവേ? ഇല്ലേ, നബിയുടെ വഫാത്ത് പറഞ്ഞില്ലേ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നബി തങ്ങളെ വഫാത്ത് പറഞ്ഞല്ലോ. വലമ്മാ വസലത ഇലാ റുക്ബതൈഹി ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ദൃക്സാക്ഷി വിവരണം തരുന്നു. ലോകത്തിന്റെ മുത്ത് ഹബീബിന്റെ റൂഹ് പിടിക്കുന്നു. അല്ലാഹ് അവിടത്തെയുടെ റൂഹ് പിടിച്ച് അവിടത്തെയുടെ ശറഫാക്കപ്പെട്ട കാൽക്കുടകൾ വഫാത്താകുന്നു. വീണ്ടും അവിടുന്ന് റൂഹ് പിടിക്കപ്പെടുന്നു. ഫാത്തിമ ബീവി എന്ന അനുഗ്രഹീത വഹിത മകളുണ്ട് ചാരത്ത്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ന കുസൃതി മക്കളുണ്ട് സമീപത്ത്. അവിടുന്ന് മുത്തുനബിയുടെ റൂഹ് പിടിച്ച് വലമ്മാ വസലത ഇലാ റുക്ബതൈഹി അവിടത്തെയുടെ ശറഫാക്കപ്പെട്ട മുട്ടുംകാല് വരെ വഫാത്തായി മാറിയപ്പോ റബീഉൽ അവ്വലിന്റെ പരിശുദ്ധമായ 12ാമത്തെ അനുഗ്രഹീത പ്രഭാതത്തിൽ അവിടുന്ന് ചുട്ടുപൊള്ളുന്ന പനി അനുഭവിച്ചുകൊണ്ടിരിക്കേ അവിടത്തെയുടെ ശറഫാക്കപ്പെട്ട കണ്ണുകൾ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിക്കുന്നു. എന്നിട്ട് അവിടുന്ന് വിളിച്ചു പറഞ്ഞു, വന്ന മറദ്ദന ഇലല്ലാഹ്. വീണ്ടും അവിടുന്ന് റൂഹ് പിടിക്കുന്നു. വലമ്മാ വസലത ഇലാ സുറതിഹി അവിടത്തെയുടെ ശറഫാക്കപ്പെട്ട എളിവരെ റൂഹെത്തിയപ്പോ, അതുവരെ വഫാത്തായപ്പോ അവിടുന്ന് വീണ്ടും കണ്ണുകൾ ഉയർത്തിപ്പിടിക്കുന്നു. എന്നിട്ട് അവിടുന്ന് വീണ്ടും വിളിച്ചു പറയുന്നു, ഫൗലായിക മഅല്ലദീൻ അൻഅമല്ലാഹ്
അല്ലാഹു അലൈഹിം. വീണ്ടും അവിടുന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ, വീണ്ടും അവിടത്തേടെ മഹിതമായ റൂഹൂരുന്നു. വലമ്മാ വസലത ഇലാ സദ്രിഹി, അവിടത്തേടെ ശറഫാക്കപ്പെട്ട നെഞ്ചുവരെ റൂഹെത്തിയപ്പോ അവിടുന്ന് റബ്ബിലേക്ക് തിരിഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഖാല ഇന്നാ ലില്ലാഹ്. എന്തേ ഈ വാക്കിന്റെ അവിടത്തെ രഹസ്യമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പ്രിയപ്പെട്ടവരെ. വീണ്ടും അവിടുന്ന് റൂഹ പിടിക്കുന്നു. വലമ്മാ വസലത ഇലാ ഹുൽഖൂമിഹി, അവിടത്തേടെ ശറഫാക്കപ്പെട്ട തൊള്ളവരെ റൂഹെത്തിയപ്പോ അവിടുന്ന് റബ്ബിനോട് വിളിച്ചു പറഞ്ഞു. അവിടത്തേടെ നെറ്റിത്തടം വിയർത്തു പൊട്ടുന്നു, അവിടത്തേക്ക് ചൂട് കൂടുന്നു. അവിടുന്ന് വിളിച്ചു പറഞ്ഞു, അല്ലാഹുമ്മ 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 ഇന്നി അലാ സകറാത്തിൽ മൗത്ത് മാ ജഫ്ഫ ദംഉൻ സാല മിൻ ഐനൈനി لكنه يجري على الخدين من حب قلبه سيد الكونين حيا وميتا في التراب رميما ورأى عجائب عالم الملكوت وسرائر الناسوت والجبروت أين مدرس مسجد اللاهوت كم من لدني هواه علوما നബി തങ്ങളുടെ അവസാന നേരത്തെ വിളിച്ച് പറഞ്ഞേ, ഉമ്മ മരിക്കണ്ടേ ഉമ്മ. ആത്മാവിന്റെ വിസ്മയാത്രകളുടെ മൂന്നാമത്തെ ഘട്ടമാകുന്ന ഐഹിക ലോകത്തെ നിന്റെ ആയുസ് അറമ്പറ്റി കഴിയുമ്പോ അസ്രായീലിന്റെ കരാള ഹസ്തങ്ങളിലൂടെ നിന്റെ ജീവൻ പിടഞ്ഞു മാറുമ്പോ വേദന താങ്ങുമോ ഉമ്മ? വേദന സഹിക്കുമോ സഹോദരാ? മരിക്കണ്ടേ ഉമ്മ? കണ്ടോ ലോകത്തിന്റെ മുത്ത് ഹബീബിന്റെ പറച്ചില് അവസാന നേരത്തെ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, അല്ലാഹുമ്മ അല്ലാഹ് അഇന്നി അലാ സകറാത്തിൽ മൗത്ത്. മരണത്തിന്റെ വേദന എനിക്ക് താങ്ങുന്നില്ല അല്ലാ, സക്കറാത്തിന്റെ വേദന എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല അല്ലാ, അതുകൊണ്ട് എന്നെ സഹായിക്കണേ അല്ലാ, എനിക്ക് സഹനം തരണേ അല്ലാ, പിടിച്ചു നിൽക്കാനുള്ള തോക്കത്ത് തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങളുടെ ഈ വാക്കുകൾ കണ്ട താമസം മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞു പോകുന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ലോകത്തിന്റെ മുത്ത് ഹബീബായ പ്രിയപ്പെട്ട പിതാവിനെ ചേർത്ത് പിടിക്കുന്നു. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, വാ കർബാ ലികർബികൽ യൗമ യാ അബാ. എന്റെ പൊന്നുപ്പാട വേദന കണ്ടിട്ട്, എന്റെ പൊന്നുപ്പാട വേദന കണ്ടിട്ട് എനിക്ക് താങ്ങുന്നില്ലല്ലോ അല്ലാ, ഈ ഫാത്തിമയ്ക്ക് താങ്ങുന്നില്ലല്ലോ അല്ലാ. എന്റെ പ്രിയപ്പെട്ട ഉപ്പാരെ വേദനിപ്പിക്കല്ലേ അല്ലാ.
ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഇതും പറഞ്ഞുകൊണ്ട് ആരോമൽ പിതാവിനെ ചേർത്ത് പിടിക്കുന്നു. അവിടത്തെ ശരീരം ചുവന്ന് വെളുക്കുന്നു. അവിടത്തെ തിരുശരീരത്തിൽ നിന്ന് കസ്തൂരി പോലും ശങ്കിച്ചു പോകുന്ന തരത്തിലുള്ള സുഗന്ധം വിതറപ്പെടുന്നു. മഹതിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കൈക്കുമ്പിളിൽ വെച്ചുകൊണ്ട് ഫമാലത്തെ ഇമാമത്തുഹു ലോകത്തിന്റെ മഹിത നേതാവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഭാഗം തലഭാഗം വലതുഭാഗത്തേക്ക് ചെരിയുന്നു. സ്വർഗത്തിലെ ഹോർലിങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള പൂനിലാവിന്റെ പ്രശോഭിതാത്മകമായ പുഞ്ചിരി വിടർത്തപ്പെടുന്നു. അല്ലാഹ് فقضى نحبه وقد بلغ العمر منتهى നീണ്ട 63 സംവത്സരക്കാലത്തെ അജയ്യമായ ജീവിതം, ആ ജീവിതത്തിന് അനുഗ്രഹീതമായ പരിസമാപ്തി കുറിക്കപ്പെടുന്നു. മാതൻ നബി മൻ ദൽ മുഖല്ലദു ബദഹു വല്ലാഹി മാ ബദൽ ഹബീബി മുഹമ്മദി അബ്കി അബാകി ബി അബ്റത്തിൻ വഖദ്ദാ قالت بكاء من السماء ملائكة فضلا كراما راكعين وسجدا تبكيه مكة حلها وحرمها ومحشرين طاهرين وزمزما سمعوا جميع الخلق لجوا بالبكاء മദീന പള്ളി മുഴുവനും തേങ്ങാൻ തുടങ്ങി. മദീന പള്ളിയിൽ ജനനിബിഡമായി നിന്നിരുന്ന സ്വഹാബത്തുൽ കിറാമിന്റെ ഹൃദയങ്ങളെ മുഴുവനും വെട്ടിപ്പിളർക്കുന്ന തരത്തിലേക്ക് മദീനയിലെ പരിശുദ്ധമായ പള്ളിയെ നിർമ്മിച്ചു നിർത്തിയിരിക്കുന്ന ഈന്തപ്പന മടലുകൾ കൊണ്ടുള്ള തൂണിലേക്ക് മുഖം ചീർത്തി വെച്ചുകൊണ്ട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു തേങ്ങാൻ തുടങ്ങി. എന്റെ റസൂലുള്ളാഹ്, എന്റെ റസൂലുള്ളാഹ്, എന്റെ റസൂലുള്ളാഹ്. ആ തേങ്ങല് കേൾക്കേണ്ട താമസം പ്രിയപ്പെട്ടവരെ, നബി തങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ അവിടത്തെ പരിശുദ്ധമായ ആത്മാവിന്റെ വിസ്മയാത്രകളുടെ 4ാമത്തെ സവിധത്തിലേക്ക് അവിടുന്ന് ലോകത്ത് നിന്ന് വിട പറയുന്ന രംഗമോർത്തപ്പോ, പറന്നുയരുന്ന രംഗമോർത്തപ്പോ, ബിലാൽ ഇബ്നു റബാഹിന്റെ അനുഗ്രഹീത നെഞ്ചുകളിൽ നിന്ന് അടർന്നു വീണ ഈ ദുഃഖഭാരത്തിന്റെ ഈ ശബ്ദം കേട്ടപ്പോ, ഈ വിയോഗത്തിന്റെ തേങ്ങല് കേട്ടപ്പോ, അറത്തടക്കമുള്ള സ്വഹാബത്തുൽ കിറാമ മുഴുവനും പൊട്ടാൻ തുടങ്ങി. അവര് മുഴുവനും തേങ്ങാൻ തുടങ്ങി. എല്ലാവരും വല്ലാതെ നബിയോർത്തുകൊണ്ട് പൊട്ടിപ്പൊട്ടി വിലപിച്ചുകൊണ്ടിരിക്കെ ഇസ്ലാമിക ഭരണസിരാ കേന്ദ്രത്തിന്റെ അനിഷേധ്യനായ 2ാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥലകാല ബോധം നഷ്ടപ്പെടുന്നു. മഹാനര് ചാടി എഴുന്നേക്കുന്നു. അവിടത്തെ ശരീരത്തിൽ വെച്ചിരുന്ന വിശ്രമിച്ചുകൊണ്ടിരുന്ന ഉറയിലുള്ള വാള് വലിച്ചൂരുന്നു.
എന്നിട്ട് വിളിച്ചു പറഞ്ഞു, ആരടാ എന്റെ മുത്തുനബി വഫാത്തായെന്ന് വിളിച്ചു പറഞ്ഞവൻ? ആരടാ എന്റെ മുത്തുനബി വഫാത്തായെന്ന് പറഞ്ഞത്? ആരെന്റെ മുത്തുനബി വഫാത്തായെന്ന് പറഞ്ഞാലും അവന്റെ കഴുത്ത് ഞാൻ വെട്ടുമടാ. ബിലാലേ, നീയാണ് പറഞ്ഞാലും നിന്റെ കഴുത്ത് ഞാൻ മുറിക്കുമടാ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിറയ്ക്കാൻ തുടങ്ങി. കണ്ടപാടെ മഹാനായ അബൂബക്കർ തങ്ങൾ ഓടി വരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കയ്യിൽ നിന്ന് വാള് പിടിക്കുന്നു. എന്തേ ഉമറേ ഇങ്ങനെ? എന്തേ ഉമറേ ഇങ്ങനെ? നബി തങ്ങള് പോകണ്ടേ ഉമറേ? നബി തങ്ങള് പോകണ്ടേ ഉമറേ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പൂച്ചക്കുട്ടിയെ പോലെ കരഞ്ഞുകൊണ്ട് അബൂബക്കർ തങ്ങളോട് പറഞ്ഞു, അബൂബക്കറേ, നമ്മുടെ മുത്തുനബി പോയോ? അബൂബക്കറേ, നമ്മുടെ മുത്തുനബി പോയോ? അബൂബക്കറേ എന്ന് പറഞ്ഞുകൊണ്ട് അരുമ മക്കളെ പോലെ അബൂബക്കർ തങ്ങളുടെ ചുമലിലേക്ക് മുഖവും ചേർത്ത് വെച്ചുകൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. നബിത്തങ്ങളുടെ പരിലാളന ഏറ്റുകൊണ്ട് വളർത്തപ്പെട്ടിരുന്ന നബിത്തങ്ങളുടെ സാമീപ്യം കൊണ്ട് സന്തോഷിച്ചിരുന്ന വീട്ടിലുണ്ടായിരുന്ന കഴുത കയറ് പൊട്ടിക്കുന്നു. ആ തക്ലീഫില്ലാത്ത ജീവി അടുത്തുള്ള പഴങ്കിണറിലേക്ക് ചാടുന്നു. ഒരു സ്വഹാബി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹ്, മുത്തുനബിയെ കാണാൻ കഴിയാത്ത ലോകത്ത് എനിക്കിനെ കണ്ണ് വേണ്ട അല്ലാഹ്, എനിക്കിനെ കാഴ്ച വേണ്ട അല്ലാഹ്, മുത്തുനബിയോടുള്ള സ്നേഹത്തെ മുൻനിർത്തി യാചിക്കുന്നു അല്ലാഹ്, എന്റെ കണ്ണ് പൊട്ടിക്കണേ അല്ലാഹ്, എന്റെ കണ്ണ് പൊട്ടിക്കണേ അല്ലാഹ്. ആ മഹിതമായ സ്നേഹത്തിന്റെ പേരിലുള്ള പ്രാർത്ഥന റബ്ബ് സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ മഹാനായ സ്വഹാബിയുടെ കാഴ്ചയല്ല തിരിച്ചെടുക്കുന്നു. പിന്നെ മരിക്കുവോളം കാഴ്ച കൊടുത്തിട്ടില്ല, മരിക്കുവോളം കാഴ്ച ചോദിച്ചിട്ടില്ല. ഇങ്ങനെ ലോകത്തെ മുഴുവനെയും വിഷമത്തിന്റെ ഉള്ളറയിലാക്കി തീർത്ത, ദുഃഖത്തിലാക്കി തീർത്ത നമ്മുടെ ലോകത്തിന്റെ റൂഹിയായ പിതാവ് ഹബീബുനാ വസയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹിതമായ വഫാത്ത് കൊണ്ട് അവിടുത്തെ പരിശുദ്ധമായ മഹിതമായ റൂഹിന്റെ സഞ്ചാരത്തിന്റെ വിസ്മയാത്രകളുടെ മൂന്നാമത്തെ ഘട്ടം പൂർത്തീകരിച്ചുകൊണ്ട് യാത്ര തിരിച്ചപ്പോ കേവലം ഭൂമി മാത്രമല്ല, ഭൂമിയിലുള്ള സൃഷ്ടി മാത്രമല്ല, ആകാശത്തുള്ള ഉപരിലോകത്തുള്ള സമർപ്പണ വിനീത വിധേയമായി അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കാൻ, അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്തെടുക്കാൻ അല്ലാഹു തആല സൃഷ്ടിച്ച പരിശുദ്ധരായ മാലാഖമാരുണ്ടല്ലോ, ആ മാലാഖമാര് പോലും സുജൂദിൽ വീണ് പൊട്ടിക്കരയുന്നു. വമൻ യുതിഇല്ലാഹ വറസൂൽ فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. കണ്ടോ നബിയുടെ വഫാത്ത്? ഇവിടെ റൂഹിന്റെ മൂന്നാമത്തെ ഘട്ടം പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം റൂഹ് പോയത് ഇവിടെ നിന്ന് പിടിക്കുമ്പോ എന്താ റൂഹ് എന്ന് ചോദിക്കരുത്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഖുർആൻ അതിന് ഉത്തരം പറഞ്ഞിട്ടില്ല. ഖുർആൻ അതൊക്കെ റബ്ബിന്റെ ലോകത്തേക്ക് മറച്ചു എന്നാ പറഞ്ഞത്. എന്റെ റബ്ബിന്റെ രഹസ്യ ലോകങ്ങൾ മറച്ചു കളഞ്ഞു അല്ലാഹു. റൂഹ് എന്ത്? അതുകൊണ്ട് ഭൂമിയിൽ അതിന് ഉത്തരം തേടണ്ട, അത് നാളെ. ആ നാളത്തേക്ക് അല്ല മാറ്റി വെച്ചിരിക്കേ. കുറെ വിവരങ്ങൾ അങ്ങനെ ഉണ്ട്, നാളെ അറിയിച്ചു തരാൻ വേണ്ടിയിട്ട് കുറെ വിവരങ്ങൾ വെച്ചിട്ടുണ്ട്. നാളെ എന്ന് പറഞ്ഞാൽ ഇനി നാളെ വരുന്ന നാളെയല്ല,
അള്ളാന്റെ ലോകത്തേക്ക് ചെല്ലുമ്പോൾ അള്ളാഹു അതൊക്കെ അറിയുന്ന തരത്തിലുള്ള നിർഭയത്വത്തിന്റെ സങ്കേതങ്ങളിൽ ഒരുമിക്കാനുള്ള ഭാഗ്യം നമുക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. അപ്പൊ ഇവിടെ നിന്ന് റൂഹൂരുക, ഇവിടെ നിന്ന് ഇങ്ങനെ റൂഹൂരി ശരീരത്തെ ബാക്കിയാക്കി നമ്മുടെ റൂഹ് നേരെ ഇവിടെ നിന്ന് അങ്ങ് പറക്കും. ഇവിടെ നിന്ന് നേരെ റൂഹ് നമ്മളെ ആത്മാവ് സഞ്ചരിക്കും. ഇങ്ങോട്ടാ പോണേന്നറിയോ? എവിടേക്ക്? അല്ല, ഇവിടെ എവിടെയും കിടന്ന് കറങ്ങൂല, ഇവിടെ എവിടെയും കിടന്ന് കറങ്ങൂല. റൂഹ് ഊരി കഴിയുമ്പോൾ നബിയുടെ റൂഹ് ഊരിയ സുഖമൊന്നും നമുക്കുണ്ടാവൂല കേട്ടോ, അങ്ങനെ ആരും വിചാരിക്കരുത്. റൂഹ് പിടിക്കണ കോലമൊക്കെ അറിയോ? മജ്ജയുടെ ഇടയിൽ, എല്ലിന്റെ ഇടയിൽ, ഞരമ്പിന്റെ ഇടയിൽ, ഇങ്ങനെ തുടങ്ങിയ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളുമായി ചുറ്റി പിണഞ്ഞു കിടക്കുന്ന ഈ ആത്മാവുണ്ടല്ലോ, ഒരു കണക്കിന് പുറത്തോട്ട് പോവില്ല, അത് ഒളിഞ്ഞു മാറും ശരീരത്തിൽ. അതിനനുസരിച്ച് ഈ മലക്കുകൾ വലിച്ചു പറിക്കും ഈ റൂഹിനെ. ഇവിടെ കിടന്ന് പെടയുന്ന ഒരു രംഗമുണ്ട്. അള്ളാഹു ഈമാനോടെയുള്ള മരണം തരുമാറാകട്ടെ. അങ്ങനെ നേരെ ഔഫലെ ശ്രദ്ധിക്കുന്നുണ്ടോ? സഹോദരിമാർക്കും ഉമ്മമാർക്കൊക്കെ തിരിയുന്നുണ്ടല്ലോ അല്ലേ? ആ ഭാര്യക്കായൊക്കെ വന്നോ? അൽഹംദുലില്ലാ, അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തോ ആവട്ടെ, അങ്ങനെ റോഹ് പിടിച്ച് അതിൻ്റെ അവസാന നേരത്തുമ്പോൾ കണ്ണും തുറന്ന് ഇങ്ങനെ കിടക്കും. എന്തായി കിടത്തം? റോഹ് പോണത് നോക്കി കിടക്കേ. അവസാനത്തെ നോട്ടോ റോഹ് പോണ നോട്ടം ഇങ്ങനെ കണ്ട് കിടക്കേ. ഞാൻ പോണത് എൻ്റെ ശരീരം കാണേ. കാരണം 65 വർഷം ഒരുമിച്ചല്ലായിരുന്നോ? കൈയോട് സലാം പറയും, കാലോട് സലാം പറയും, അസ്സലാമു അലൈക്കും യാ അഖീ. നമ്മൾ പിരിയട്ടോ, ഇപ്പം നമ്മൾ പിരിയേ. ഇവിടെ ഇതുവരെ നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. നമ്മൾ പരസ്പരം അറിയാത്ത ഒരു പ്രവൃത്തിയുമില്ല, പക്ഷേ പിരിയൽ നമുക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് എൻ്റെ സലാം നിനക്ക്. കൈയോട് പറയും, കാലോട് പറയും, കണ്ണിനോട് പറയും, ചെവിയോട് പറയും, എല്ലാം പരസ്പരം സലാം പറയും. അതോടുകൂടി റൂഹ് ഇവിടെ നൂരി അസ്രായിലിനോടൊപ്പം തന്നെ ഇത് പോകും. ഇതെവിടേക്കാ പോവുകയെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കല്യാണ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വിരുന്നുകാരെ സ്വീകരിക്കാൻ വേണ്ടി കല്യാണ വീട്ടിൽ ആർച്ചുണ്ടാവും. അതുപോലെ തന്നെ കല്യാണ വീട്ടിൽ വന്ന് ഓടി വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകാൻ ആളുണ്ടാവും, ഭക്ഷണം തരാൻ ആളുണ്ടാവും. ഇതേപോലെ ആകാശത്തും പ്രിയപ്പെട്ടവരെ, അത്തരത്തിലാണ് മരിക്കുന്നതെങ്കിൽ മാലാഖമാര് മുഴുവനും അവിടെ നിറഞ്ഞു നിൽക്കും സ്വീകരിക്കാൻ. ആരെ? ആത്മാവിനെ. അടുത്ത ലോകത്തേക്ക് പോവല്ലേ? ആകാശ ലോകത്തേക്കല്ലേ ഇത് പോണത്. ഇതിന് വേറെ പണിയുണ്ട്. ബർസഖ് എന്നാ പറയാ. ബർസഖ് എന്ന് പറഞ്ഞാൽ ഖബർ എന്നുള്ള അർത്ഥമൊന്നുമല്ലത്. ബർസഖ് എന്ന് പറഞ്ഞാൽ ഖബറും പെടാം. മരണത്തിന് ശേഷമുള്ള മഹ്ശറയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഇടത്താവളം. അത് ഖബറാകാം, അത് ജീവികളുടെ പള്ളയിലാകാം, മത്സ്യത്തിന്റെ പള്ളയിലാകാം, അത് കരിഞ്ഞ് ചാരമാകാം, എങ്ങനെയാകാം. ഇടത്താവളം എന്നേ അതിനർത്ഥമുള്ളൂ. മരിച്ചതിന് ശേഷം മഹ്ശറയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഇടത്താവളം. ഇതെന്തുമാകാം. ഖബറിന് മാത്രമല്ല പദം പറയുക. സാധാരണ ഖബറിലായതുകൊണ്ട് ബർസഖ് എന്ന് ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തോ ആവട്ടെ, ശരീരവും ഇവിടെ ഇട്ട് നമ്മുടെ ആത്മാവ് നേരെ ആകാശത്തേക്ക് കടന്നു ചെന്നു. അവിടെ വാതിൽ തുറന്നു. അപ്പോൾ അവിടെ നിന്ന് മാലാഖമാരൊക്കെ ഭൂമിയിൽ നിന്നിട്ടൊരു റൂഹദേ കടന്നു വരുന്നുണ്ട്. ഇന്ന സ്ഥലത്ത് നിന്ന്, വേളാവൂർ എന്ന സ്ഥലത്ത് നിന്നിട്ടൊരു റൂഹദേ വരുന്നുണ്ട്. എന്തോ ഒരു മണമാ ഒന്ന് കണ്ടിട്ട് എന്നെ ബാക്കി. ആകാശത്തെ ചർച്ച, നമ്മളെ ഇവിടെ മരിച്ചു കഴിഞ്ഞവരെ കുറിച്ചുള്ള ആകാശത്തിന്റെ ചർച്ച ഈ പറയണ പ്രിയപ്പെട്ടവരെ, എന്റെ വാക്കല്ല, മുത്തുനബി പഠിപ്പിക്കണത് ആലോചിച്ചോ. എന്നാ ഒന്ന് സ്വീകരിക്കണം, ആനയിക്കണം, കൊണ്ടുപോകണം. അങ്ങനെ എല്ലാവരും ഒരുമിച്ചുകൂടി നേരെ വന്നു. റൂഹ് മുകളിലെത്തി, ആനയിച്ചു, കൊണ്ടുപോയി. നിങ്ങൾ അവിടെ നിന്നല്ലേ, വരൂ, നിങ്ങൾക്ക് കിടക്കേണ്ട സങ്കേതം കാണിച്ചു തരാം. നേരെ കൊണ്ടുപോയി പരിശുദ്ധമായ ഇല്ലിയീൻ എന്ന സത്യവിശ്വാസികളുടെ റൂഹുകളെ, സ്വർഗത്തിന് സജ്ജീകരിക്കപ്പെട്ട, സ്വർഗം നിറയ്ക്കാൻ അല്ലാഹു തആല സൃഷ്ടിച്ച അനുഗ്രഹീത റൂഹുകൾ. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ റൂഹുകൾക്ക് വേണ്ടി ഉപരിലോകത്തൊരു സങ്കേതമുണ്ട്. ഈ സങ്കേതത്തിലേക്ക് കൊണ്ടുപോയി, ആനയിച്ചു കൊണ്ടുപോയി അവിടെ അങ്ങിരുത്തി. ആ റൂഹുകളോടൊപ്പം ഈ റൂഹം കൂടും. നമ്മളെ റൂഹാണെന്ന് കൂട്ടിക്കോ, അവിടെ ചെന്ന് കൂടും. ശരീരം ഇവിടെ കിടക്കുക. അപ്പോഴും ഈ ശരീരത്തിൽ ഇവിടെ അള്ളിവിളി, ഇവിടെ ബഹളം, വിപ്ലവം. ഒന്ന് കണ്ണുറക്ക് മോനെ, ഒന്ന് നോക്ക് മോനെ, ഒന്ന് നോക്കിക്കാക്ക, അല്ലേ? ഇവിടെ നിലയും വിളിയായി ഈ ശരീരത്തോട്. ആത്മാവ് അവിടെ നിൽക്കേ. ഉടനെ മറ്റേ അടുത്ത റൂഹാണെങ്കിൽ അതിനെ നേരെ കൊണ്ടുപോയി, അടുത്തെന്ന് പറഞ്ഞാൽ നേരെ വിപരീതമാണ്, നരകത്തിന്റെ. അത്തരത്തിലുള്ള അദാബ് ചെയ്ത് ചാവാലി പട്ടി ചത്ത് വീഴുന്നത് പോലെ ചത്ത റൂഹാണെങ്കിൽ, ആത്മാവാണെങ്കിൽ നേരെ പോവും. ഇതിനെ വലിച്ചെടുത്തങ്ങ് തട്ടും. നേരെ പോവും. ആകാശത്തെത്തുമ്പോ തന്നെ മാലാഖമാര്, ഓ പടച്ചവനെ, ഇതെന്തൊരു ദുർഗന്ധമാ, ഇതിനെ എവിടെന്നാ നീ വലിച്ചുകൊണ്ടുവന്നത് റബ്ബേ? ഇങ്ങനെയുണ്ടോ റൂഹുകൾ? ഇങ്ങനെയുണ്ടോ റൂഹുകൾ? ശപിക്കാൻ തുടങ്ങുമ്പോ എല്ലാ റൂഹുകളും ഒരൊറ്റ ആകാശത്തിന്റെ വാതിലുകളും തുറക്കൂല. മറ്റത് നേരെ പോവും, അറശിലെത്തുന്ന
ഈ സുകൃതം ചെയ്ത ആത്മാവാണെങ്കിൽ കൊണ്ടുപോയി ആകാശം കടന്ന് അറശന്റെ അവിടെ കൊണ്ടുപോയി സുജൂദ് ചെയ്യിപ്പിച്ചിട്ട് പിന്നെ നേരെ കൊണ്ടുവരിക. നമ്മൾ സ്വപ്നം കാണുമ്പോൾ യാഥാർത്ഥ്യ സ്വപ്നങ്ങളുടെ പൊരുളെവിടെ? റോഹിനെ കുറിച്ച് പറഞ്ഞ ഒരുപാട് പറയേണ്ടി വരും. പക്ഷെ ഉമ്മമാര് സഹോദരിമാരുണ്ട്, പറഞ്ഞാൽ ശരിയാവില്ല. എന്താവട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും യാഥാർത്ഥ്യമായ സ്വപ്നം കാണുന്നവരുണ്ടല്ലോ. കാണുന്ന സ്വപ്നം അങ്ങനെ തന്നെ പുലരുന്ന തരത്തിൽ സ്വപ്നം കാണുന്നവർ, ഇല്ലെങ്കിൽ അതിൻ്റെ തെവീലുണ്ട്. ആ തെവീലനുസരിച്ച് തന്നെ കാണുന്ന സ്വപ്നങ്ങളുണ്ട്, യാഥാർത്ഥ്യമായ സ്വപ്നം. അതിനെ മലക്കൂത്തിൽ നിന്നുള്ള സ്വപ്നം എന്നാ പറയുക, മലക്കൂത്തിൽ നിന്നുള്ള സ്വപ്നം. ഈ സ്വപ്നം പലരും ഒരുപാട് പേര് കാണലുണ്ട്. അതിന് വലിയൊന്നും ആകണമെന്നില്ല. നമ്മളെ വീടുകളിൽ തന്നെ ചില ഉമ്മമാർ കാണലുണ്ട്, സഹോദരങ്ങൾ കാണലുണ്ട്. ഈ അടുത്ത് നമ്മളുമായി ബന്ധപ്പെട്ട ഒരു സഹോദരൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ കോഴി ചത്തതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു ഉസ്താദേ. ഞാൻ കോഴി ചത്തതായിട്ട് സ്വപ്നം കണ്ടു. പിന്നെ വീട്ടിൽ വിളിച്ചു ചോദിച്ചു നോക്കുമ്പോൾ, ഗൾഫിൽ നിന്നാണ്, വീട്ടിൽ വിളിച്ചു ചോദിച്ചു നോക്കുമ്പോൾ എൻ്റെ കോഴി ചത്തു. അത് യാഥാർത്ഥ്യമായി നടക്കുന്ന സ്വപ്നം മലക്കൂത്തിൽ നിന്നിട്ട് അദ്ദേഹത്തിന് അറിയിക്കപ്പെടുന്നതാ. ഇതെങ്ങനെയെന്നറിയോ? നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ റൂഹ് ഉയരും. അതുകൊണ്ട് അന്നൗമു അഖുൽ മൗത്തി, മരണത്തിന്റെ സഹോദരനാണ് ഉറക്കം എന്ന് പറയാനുള്ള കാരണം അതാ. ഉറങ്ങുമ്പോൾ നമ്മളെ ശരീരത്തിൽ നിന്ന് ആത്മാവ് ഇളകും, അത് നേരെ പറക്കും. മലക്കുകളോടൊപ്പം പറന്ന് ആകാശങ്ങൾക്കും അപ്പുറം ചെന്ന് അർശിന്റെ താഴെ ചെന്ന് സുജൂദ് ചെയ്യും ആത്മാവുകൾ. ആത്മാവിന്റെ പണി അതല്ലായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ 4 കൂട്ടം സുജൂദ്, അതുപോലെ സുജൂദ് ചെയ്യും. ഈ സുജൂദിനിടയിലെങ്ങാനും കാണുന്ന സ്വപ്നങ്ങളാണെങ്കിൽ അസ്വപ്നങ്ങൾ മുഴുവനും അങ്ങകത്തെത്തിയിട്ട് അർശുമായി ബന്ധപ്പെട്ടതിന് ശേഷം കാണുന്ന സ്വപ്നങ്ങളാണ് പുലരുന്ന സ്വപ്നങ്ങൾ, യാഥാർത്ഥ്യ സ്വപ്നങ്ങൾ, മലക്കൂത്തിൽ നിന്നുള്ള സ്വപ്നം. അതിന് മുമ്പ് തന്നെ തടയിടാൻ വേണ്ടി പിശാച് നടക്കുന്നുണ്ട്. അവൻ പിടിച്ച് കാണിക്കുന്ന ചില സ്വപ്നങ്ങളുണ്ട്, അതാ അധികവും നമ്മൾ കാണാറുള്ളത്. ഇത്തരത്തിലുള്ള സ്വപ്നങ്ങളാണ് വൃഥാവിലായ സ്വപ്നങ്ങളും മോശമായ കിനാബുകളെന്നൊക്കെ നമ്മൾ പറയണം. അപ്പോൾ ചോദിക്കും, ഉസ്താദേ, ഒരു 2 മിനിറ്റ് ഉറങ്ങുന്ന ഒരാൾ സ്വപ്നം കാണുമ്പോൾ ഇയാൾ എങ്ങനെ അർശിലെത്തുക എന്നൊക്കെ അല്ലേ ചോദ്യം. മലക്കായി കൊണ്ടുപോണത്. അതിന് മാത്രം അല്ലാഹു തആല മലക്കിന് പവർ കൊടുത്തിരിക്കുക, അറിയാലോ. എന്തോ ആവട്ടെ പ്രിയപ്പെട്ടവരെ, അമ്മമാരും സഹോദരിമാരൊക്കെ ഉള്ളതുകൊണ്ട് ഗഹനമായ വിഷയം നമുക്ക് വല്ലാതെ ചർച്ച ചെയ്യണ്ട. ഇന്നലെ തന്നെ നമ്മൾ കുറെ അവരെ നോവിച്ചത് ആത്മാവും പറഞ്ഞു. അപ്പൊ നേരെ കൊണ്ടുപോയി ഇല്ലിയീൻ എന്ന ഇതെല്ലാം കറക്കി അവസാനം കൊണ്ടുവന്ന് ഇല്ലിയീനിൽ റൂഹുകളുടെ കൂട്ടത്തിലാക്കി. മറ്റേ ആളിനെ നേരെ കൊണ്ടുപോയി ആകാശമൊന്നും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊന്നും കയറ്റൂല, അടുപ്പിക്കില്ല, എല്ലാവരെയും ശപിച്ച് തള്ളി അവസാനം സിജ്ജി, കുഫാറുകളുടെയും തെമ്മാടികളുടെയും റൂഹിനെ സമ്മേളിപ്പിക്കപ്പെട്ട ഒരു ഭാഗമുണ്ട്. ആ റൂഹുകളുടെ ദുർഗന്ധങ്ങൾക്കിടയിലേക്ക് വലിച്ചു തട്ടും ഈ ആത്മാവിനെയും. ഇവിടെ എല്ലാം കഴിഞ്ഞു, ഇവിടെ കുളിപ്പിച്ചു, കൊണ്ടുവന്നു. നമ്മുടെ അശറഫ് ഉസ്താദ് വന്ന് ദുആ ചെയ്തു. എല്ലാവരും ഒരുമിച്ചുകൂടി പൊട്ടിക്കരഞ്ഞ് ആമീൻ പറഞ്ഞു. അല്ലാഹുവേ, ഇയാളെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ, ഇയാളെ ഇരുളറ നീ സ്വർഗീയമാക്കണേ അല്ലാ ദുആ ചെയ്തു, ഇല്ലേ? അവസാനം എല്ലാവരും ആമീൻ പറഞ്ഞു. വെള്ള പുതപ്പിച്ച ഈ സഹോദരന്റെ ശരീരം, അല്ലെങ്കിൽ ഈ പൊന്നുമോളുടെ ശരീരം, നമ്മുടെ വേളാവൂര് മുസ്ലിം ജമാഅത്തിന്റെ ചാരത്തെവിടെയോ വിശ്രമിച്ചു കൊണ്ടിരുന്ന ശവമഞ്ചത്തിന്റെ ഉള്ളറയിലേക്ക് എടുത്തു വെച്ചു. മോമിനീങ്ങളുടെ തോളുകളാകുന്ന വീൽ ചക്രങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് വെള്ള പുതയ്ക്കപ്പെട്ട ഈ ശരീരത്തോടൊപ്പം ആ സുന്തൂക്ക് പെട്ടി പള്ളിയിൽ കൊണ്ടുവന്നു. അനുശേദ്യനായ ഉസ്താദിന്റെ ചെറിയൊരു ഉദ്ബോധനത്തോടുകൂടി മയ്യത്ത് നിസ്കാരത്തിന്റെ തുടക്കം കുറിക്കപ്പെട്ടു. മുഅ്മിനീങ്ങളുടെ ശഫാഅത്താകുന്ന ആ പരിശുദ്ധ നിസ്കാരവും തീർന്നു. നേരെ മയ്യത്തിനെ നിറക്കണ്ണുകളോടെ എല്ലാവരും പൊക്കിയെടുത്തു. 6 അടി മണ്ണിന്റെ ഉള്ളറയിലേക്ക് കൊണ്ടുവച്ചു. മിൻഹ, പിടിമണ്ണ് വാരി കയ്യിൽ വെച്ചു. മിൻഹ ഖലഖ്നാകും, വീണ്ടും മണ്ണെടുത്തു. വഫീഹാ നുഈദുകും, വീണ്ടും മണ്ണെടുത്തു. വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. ഒരു പ്രഖ്യാപനത്തോടു കൂടി മണ്ണിട്ട് ആളിനെ മൂടി, അല്ലേ? ശരിക്കും മണ്ണുവാരി മുകളിലൂടെ എറിഞ്ഞെന്ന് തന്നെയല്ലേ നമുക്ക് പറയാനുള്ളത്. അടക്കല്ലിട്ടൊക്കെ വെച്ചു, എന്നിട്ട് അതിന്റെ മുകളിൽ മണ്ണിട്ടു. കാരണം ആ ഹുർമത്തിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു. മണ്ണിട്ട് അങ്ങനെ മൂടിക്കഴിയുമ്പോ ആത്മാവിന്റെ അടുത്ത ലോകത്തേക്കുള്ള സഞ്ചാരം തുടങ്ങി. മൂടിക്കഴിഞ്ഞു. ഈ പാവപ്പെട്ട ഇതിന്റെ ഉള്ളിൽ കിടക്കെ ഉസ്താദ് അവിടെ നിന്നു, വലത് ഭാഗത്തേക്ക് ചെന്നു, മുഖത്തിന് നേരെ ചെന്നിരുന്നു. തെൽക്കീൻ അങ്ങോട്ട് ഓതാൻ തുടങ്ങി. എല്ലാവരും ചുറ്റും കൂടി. ഉസ്താദ് അങ്ങോട്ട് ഓടിക്കൊടുത്തു, ഷഹാദത്ത് ഓതി. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഇദാ ജാഅകൽ മലക്കാനൽ കരീമാനൽ മുഅക്കലാനൽ മുസമ്മയാനി ബിമുൻകരിൻ വനകീരിൻ അലൈഹിമാ മിനല്ലാഹി സലാം ഫഅഖലാക വജലസാക വസഅലക മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമാ ഇമാമുക വമാ ഖിബ്ലതുക വമൻ ഇഖ്വാനുക ഫഖുൽ. ഉസ്താദ് പറഞ്ഞു കൊടുക്കേ
ഇതൊക്കെ ആത്മാവ് കേൾക്കോ ഉസ്താദേ? സംശയത്തിന് മറുപടി തരാം. എന്റെ ഉമ്മമാരും സഹോദരിമാരോടാണെങ്കിൽ പറയും, ഫഖൂലി ലഹുമാ ബിലിസാനിൻ ഫസീഹിൻ തുൽഖിൻ ദൽഖിൻ ബിലാ ജസഇൻ വലാ ഫസഇൻ വലാ ഖല അല്ലാഹു റബ്ബി ومحمد النبي والإسلام ديني والقرآن إمامي والكعبة قبلتي والمسلمون إخواني ثبتك الله بالقول الثابت ثبتك الله بالقول الثابت ثبتك الله بالقول الثابت. കഴിഞ്ഞു. ഉസ്താദ് ദുആ ചെയ്തു. ഫാത്തിഹ ഓതിട്ടാണെങ്കിൽ അങ്ങനെ, യാസീൻ ഓതിട്ടാണെങ്കിൽ അങ്ങനെ അങ്ങനെ എങ്ങനെയാണ് ദുആ ചെയ്യുക? അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മരണ നേരത്തുള്ള വസിയ്യത്താണ് ഇതിനൊക്കെ തെളിവ്. വഫാത്തിന്റെ നേരത്തുള്ള അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ വസിയ്യത്താണ്, എന്നെ മണ്ണിട്ട് മൂടിയിട്ട് കേവലം നിങ്ങൾ പിരിഞ്ഞു പോകരുത്, നിങ്ങൾ എൻ്റെ ചുറ്റും കൂടി നിൽക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണ്. എന്തോ ആവട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞതിന് ശേഷം ദുആയൊക്കെ കഴിഞ്ഞ് പിരിയുന്ന നേരത്ത് ഈ ആത്മാവും ഈ ശരീരവും തമ്മിൽ അല്ലാഹു തആല ബന്ധിപ്പിക്കുന്നു. ഈ ആത്മാവും ശരീരവും തമ്മിൽ അല്ലാഹു ബന്ധിപ്പിക്കുന്നു. ആത്മാവിന്റെ യാത്ര തുടങ്ങുകയായി. പ്രിയപ്പെട്ടവരെ, 4ാമത്തെ ഘട്ടത്തിലൂടെയുള്ള വിസ്മയയാത്ര. ഈ ആത്മാവും മണ്ണറക്കൂടിലെ ഈ നിർജീവമായ ശരീരവും തമ്മിൽ അല്ലാഹു ബന്ധിപ്പിക്കുന്നു. ബന്ധിപ്പിച്ച് കഴിയുന്നതോടുകൂടി ഈ മണ്ണറക്കൂട്ടിൽ കിടക്കുന്ന മയ്യത്തിന്റെ മുമ്പിലേക്ക്, നമ്മളെ സഹോദരന്റെ മുമ്പിലേക്ക് ഒരാൾ ആദ്യമായി കടന്നു വരുന്നു. ഇരുള് നിറഞ്ഞു കിടക്കുന്ന ഖബറ് അല്ലേ? വമിൻ ബർസഖുൻ ഇലാ യൗമി യബഅസൂൻ തഫക്കർതു ഫീ ഹസ്രി വയൗമ ഖിയാമത്തി ويصبح خدي في المقابر ثاويا تفكرت في طول الحساب وعرضه وذل مقامي حين أعطى كتابيا ولكن رجائي فيك ربي وخالقي بأنك تغفر يا إلهي خطائيا മരിച്ചു കിടക്കുന്ന ബാപ്പാന്റെ ലോകമെന്ന് ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ. മരിച്ചു കിടക്കുന്ന ഉമ്മാന്റെ ലോകമെന്ന് ചിന്തിക്കണേ ഉമ്മ. നാളെ മണ്ണറക്കൂട്ടിലെത്തുമ്പോ നമ്മുടെയും അനുഭവമെന്ന് തിരിച്ചറിയുക പ്രിയപ്പെട്ടവരെ. ഉടനെ റൂഹും ശരീരവും തമ്മിൽ അല്ലാഹു ബന്ധിപ്പിക്കുന്നു. അല്ലാ, നടന്നു നീങ്ങുന്ന ബന്ധുക്കളുടെ ചവിട്ടടി പോലും മണ്ണറക്കൂട്ടിൽ കിടക്കുന്ന മയ്യത്ത് കേൾക്കുന്നു. ഈ കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്നൊരാൾ തന്റെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്നു. വന്നു നിൽക്കുന്നയാള് തട്ടി വിളിക്കുന്നു, എണീക്കടാ. ആരെന്നറിയോ പ്രിയപ്പെട്ടവരെ? കബറിൽ കിടന്ന് നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇബ്നു മസ്ഊദ് തങ്ങളുടെ ഹദീസ് അവലംബം ഒരാൾ വന്നിട്ട് തട്ടും. ആന്തരിക ലോകത്തെ ഇന്റലിജൻസ് ബ്യൂറോ, റൗമാൻ എന്ന പേര്, ഇസ്മുഹു റൗമാൻ, ഒരു മലക്കിന്റെ പേരാ റൗമാൻ. ഈ മലക്ക് വന്നിട്ട് തട്ടും, ഏയ് നീക്കടാ. എണീച്ചു. ആര്? ഞാൻ എണീച്ചു. നമ്മളെ തന്നെ ചിന്തിക്കുക, എപ്പോഴേ മാറ്റം വരും. റൂഹുമായി ബന്ധം കണക്ട് ചെയ്തു, നമ്മളങ്ങോട്ട് എണീച്ചു. അടുത്ത ലോകം തുടങ്ങി. ഉമ്മമാരൊക്കെ എണീച്ചു, എന്റെ സഹോദരി ഞെട്ടിപ്പിടഞ്ഞ് എണീച്ചു. ഖബറ്, ഇരുള്, പേടി തോന്നുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വയ്യ, നിലവിളിക്കാൻ തോന്നുന്നു. ഉടനെ ചോദിക്കും, എല്ലാരും പോയോ? എല്ലാരും പോയി. പേടി തോന്നുന്നുണ്ടോ? പേടിക്കണ്ടോ? പേടിക്കണ്ട, സമാധാനാവ്. നന്മകളൊക്കെ ചെയ്തിട്ടുണ്ടോ? ഒന്നും പറയാനില്ല. കരച്ചിൽ വരുന്നു, നിലവിളി വരുന്നു, പേടി വരുന്നു. ഒരു കാര്യം ചെയ്യ്, ഇതുവരെ ചെയ്തു കൂട്ടിയ പ്രവൃത്തി മുഴുവനും എഴുതി തന്നേക്ക്. ഇതുവരെ ചെയ്ത പ്രവൃത്തി ഉണ്ടല്ലോ, ദുനിയാവിൽ ചെയ്ത പ്രവൃത്തി,
ആത്മാവിന്റെ മൂന്നാമത്തെ ഘട്ടമാകുന്ന വിസ്മയാത്രയുടെ മൂന്നാമത്തെ ഘട്ടമാകുന്ന ആലമുദ്ദുന്യാ, ദുന്യാവിന്റെ 60, 70, 50, 40 വരുന്ന വർഷത്തെ നീണ്ട ജീവിതമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. ഈ ജീവിതം മുഴുവനും പരതാനും ആ ജീവിതത്തിൽ ചെയ്ത പ്രവർത്തികൾ മുഴുവനും വള്ളി പുള്ളി വിടാതെ കംപ്ലീറ്റ് എഴുതി വെക്കാനും ആവശ്യപ്പെടുകയാണ് ഈ മലക്ക്. ആദ്യം ഉടനെ പറയും, എന്റെ കയ്യിൽ കടലാസില്ല, എഴുതാൻ പേനയില്ല. പേടിച്ചിട്ടാ പറയാ, സന്തോഷം കൊണ്ട് പറയല്ല, പേടിച്ചിട്ട് പറയും എന്റെ കയ്യിൽ പേനയില്ല, എഴുതാനുള്ള പേപ്പറില്ല. എന്താണായി പറയണത്? നിന്റെ ശരീരത്ത് പുതപ്പിച്ചു തന്നിരിക്കുന്ന ഈ വെള്ള പുടവയുണ്ടല്ലോ, ഒരു ഭാഗം കീറിയെടുക്കടാ. കീറിത്തരും കയ്യിലേക്ക് അത് പിടിച്ചവരായി കിടക്കുന്ന മയ്യത്തുകൾ, നമ്മുടെ ഈ കബറാളികൾ. ഓർത്തോ, പിടിക്കടാ. ഉടനെ കീറി കൈ തരും, വിറവറച്ചത് വാങ്ങുമ്പോ പറയും, നിന്റെ ചൂണ്ട് വിരലുണ്ടല്ലോ, ഇത് വാക്കകത്തേക്കൊന്ന് തട്ടിയേക്ക്. ഉമിനീരുമായി ബന്ധപ്പെട്ട അത് തന്നെ മഷി, നിന്റെ പേന നിന്റെ ചൂണ്ടുവിരള, എഴുതടാ ബാക്കി. സുഹൈലേ, എങ്ങനെ ഉസ്താദെ ആദ്യം മുതൽ അവസാനം വരെയുള്ള 50 വർഷത്തെ ജീവിതമൊക്കെ ആ നേരത്തെ ഓർമ്മ വരിക? ഇല്ലേ ഇല്ലേ? ഒരു സ്വാഭാവികമായ സംശയമല്ലേ? സുഹൈൽ നമ്മളെ ഏറ്റവും അടുത്താണ്. ഞാനും അവൻ്റെ റൂഹും തമ്മിൽ നല്ല ബന്ധമാണെന്നാ തോന്നണം, അല്ലേ? എവിടെയും സുഹൈലും ഞാനും ഏറ്റവും കൂടുതലുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. റൂഹകളുടെ കൂടുതൽ അവിടെ വെച്ചുള്ള കൂടുതൽ ഇന്നലെ ഞാൻ എന്തോ ആവട്ടെ അങ്ങോട്ട് എഴുതാൻ പറയും. 50 വർഷത്തെ 70 വർഷത്തെ ജീവിതമൊക്കെ എവിടെ നിന്ന് ഓർത്തെടുക്കാനാ തോന്നൂലേ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇന്നത്തെ ദിവസത്തിന്റെ രാവിലെ നേരം മുതൽ ഇത്രയും നേരം വരെ ചെയ്തു കൂട്ടിയ പ്രവൃത്തി ഓർമ്മിച്ചെടുക്കാൻ കഴിയുമോ? ഇന്ന് രാവിലെ മുതൽ ഇത്രയും നേരം വരെ ചെയ്ത പ്രവർത്തികൾ എന്തൊക്കെയാണെന്ന് ഓർമ്മിച്ചെടുക്കാൻ നമുക്ക് കഴിയുമല്ലോ. ഇതേപോലെ കയൗമിൻ വാഹിദാ, ഒരു ദിവസത്തെ പ്രവൃത്തിയോ അല്ലെങ്കിൽ ഒരു അര ദിവസത്തെ പ്രവൃത്തിയോ ഒരു മനുഷ്യൻ, ശരാശരി ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ഏത് പ്രകാരം ഓർമ്മിച്ചെടുക്കുമോ, ഇതേപോലെ അവന്റെ ജീവിതം മുഴുവനും അവന്റെ ഓർമ്മയിൽ തെളിഞ്ഞു വരുമെന്നും അവൻ എഴുതാൻ നിർബന്ധിതനായ മാറിയ തരത്തിൽ അവൻ അത് മുഴുവനും എഴുതപ്പെടുമെന്നും നബിയുനാ റസൂലുള്ളാഹി ഇബ്നു മസ്ഊദ് തങ്ങളാ ഉദ്ധരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കംപ്ലീറ്റ് എഴുതും. ഒരു പകുതി ദിവസത്തിന്റെ ഇടയിൽ ചെയ്ത പ്രവൃത്തി പോലെ ഓർമ്മ വരും, പകൽ വെളിച്ചം പോലെ കംപ്ലീറ്റ് എഴുതും. എഴുതി കഴിഞ്ഞ് തീർത്ത് മലക്കിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോ അല്ലാ, ആ എഴുതിയ കടലാസുണ്ടല്ലോ, അത് അതുപോലെ തന്നെ ഇവന്റെ കഴുത്തിലേക്ക് കെട്ടിത്തൂക്കുന്നു. കഫാ ബിനഫ്സിക അലൈക ഹസീബാ. ഖുർആനായത്ത് പരിശോധിക്ക്. നാളെ അല്ലാഹു തആല ചോദിക്കുന്നുണ്ട് ബസ്റയിൽ വെച്ച്, ഞാൻ എന്റെ മലക്കുകളെ സാക്ഷി നിർത്തുമ്പോ നിനക്ക് പറ്റുന്നില്ലയല്ലേ? എങ്കിൽ ഇത് നീ തന്നെ എഴുതിയതല്ലടാ എന്ന് അല്ലാഹു തആല ചോദിച്ചുകൊണ്ട് നിന്റെ കൈപ്പടയിൽ നീ എഴുതിയ റെക്കോർഡുകൾ എന്റെ മുമ്പിൽ ഉണ്ടാകുമ്പോ ഒരു മലക്കിന്റെ സാക്ഷിത്വവും എനിക്ക് വേണ്ട. നീ എഴുതിയ പേപ്പർ തന്നെ നിന്നെ കൊണ്ട് ഞാൻ വായിപ്പിക്കും എന്ന് അല്ലാഹു തആല പറയുന്ന കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. ഈ പേപ്പർ അത് ഈ കബറിന്റെ ഉള്ളറയിൽ വെച്ച് അവൻ എഴുതി അവന്റെ കഴുത്തിലേക്ക് കെട്ടിത്തൂക്കിയിട്ട് ഈ കഫംപുടവയുടെ പേപ്പറാണെന്നും മഹാന്മാര് പഠിപ്പിക്കുന്നു. ചിന്തിച്ചോ പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കിക്കോ. അതും അങ്ങോട്ട് കഴിഞ്ഞിട്ട് പോകുമ്പോഴാ പിന്നെ 2 പേര് വരണത്. എങ്ങനെ വരണത്? വന്ന് നിന്നിട്ട് മുട്ടും. ആളില്ലേ, വാതില് തുറക്കും. ഇങ്ങനെയെന്ന വിചാരം? ആത്മാവിന്റെ 4ാമത്തെ ഘട്ടത്തിലുള്ള യാത്ര ചില്ലറല്ല പ്രിയപ്പെട്ടവരെ. എങ്ങനെ വരണേന്നറിയോ? ഇതും കഴിഞ്ഞ ആളിങ്ങനെ തളർന്ന് അവിടെ തന്നെ വീണ്ടും അങ്ങനെ കിടക്കുമ്പോ ഉസ്താദേ, അതിന് മാത്രം വിശാലത എണീച്ചിരിക്കാനും കിടക്കാനും ഒക്കെ പറ്റുമോ?
അന്ന് ഇവിടെ വെച്ച് ചിന്തിച്ചാൽ നിനക്ക് പിടിയിട്ടൂല. 9 മാസവും 10 ദിവസവും മാതാവിന്റെ ഗർഭപാത്രം എന്ന ലോകത്ത് നീയാകുന്ന ആത്മാവ് ജീവിച്ചു. എങ്ങനെ? അതിനു മുമ്പ് റൂഹുകളുടെ ലോകത്ത് ജീവിച്ചു. എങ്ങനെ? അവിടെ അതിൻ്റെതായ വിശാലത കൊടുക്കും. അതേപോലെ മണ്ണറക്കൂട്ടിൽ നീ എത്തുമ്പോ അതുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള വിശാലതകൾ പൂർണ്ണമാണ് അവിടെ, ഇല്ലേ? ഒന്നേ റൗളത്തും മിൻ റിയാദിൽ ജന്ന, അല്ലെങ്കിൽ ഔ ഹുഫറത്തും മിൻ ഹുഫരിൻ നീറാൻ. നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു സ്വർഗത്തിന്റെ ആരാമമാക്കി നമ്മുടെ മണ്ണറകളെ, നമ്മുടെ ബന്ധുക്കളുടെ മണ്ണറകളെ, ഈ കിടക്കുന്ന സർവ്വ ഖബറാളുകളുടെ മണ്ണറകളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടുപേരെങ്ങനെ വരിക? വന്ന് നിന്നിട്ട് തട്ടിയൊന്നും വിളിക്കൂല. നിങ്ങൾ പൊട്ടിമാറും. വിസ്ഫോടനാത്മക ശബ്ദത്തോടുകൂടി ഖബറിന്റെ ഉള്ളറകൾ പൊട്ടിമാറും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഖബറിന്റെ ഉള്ളറകൾ പൊട്ടിമാറിക്കൊണ്ട് പാതാളത്തിൽ നിന്ന് ജനിച്ചു വരുന്നു 2 മലക്കുകൾ. മലക് ജദാനി അസ്വാദാനി അസ്റഖാനി ശറോഹുമായ സുഹാബുർ റിജലാനി. 2 മലക്കുകളും മുൻകറും നക്കീറുമാണ്. 2 മലക്കുകളും മുൻകറും നക്കീറുമാണ്. ഒരു മലക്ക് മുൻകറും മറ്റൊരു മലക്ക് നക്കീറുമല്ല. 2 മലക്കിന്റെ ഓരോ മലക്കിന്റെയും പേര് മുൻകറെന്നും നക്കീറുമെന്ന. ഇങ്ങനെ ഓരോ മലക്കിന്റെയും പേര് 2 പേരാ. പ്രിയപ്പെട്ടവരെ, ആ പേരിന്റെ ആശയം പോലെ ഭീകരമായ രൂപമാണ് ഈ 2 മലക്കുകൾക്കും. അല്ലാ അല്ലാ, എന്റെ ഉമ്മ കിടക്കുന്ന ഖബറിന്റെ ഉള്ളറ പൊട്ടുന്നു. എന്റെ പെങ്ങള് കിടക്കുന്ന ഖബറിന്റെ ഉള്ളറ പൊട്ടുന്നു. ഈ 2 മലക്കുകളും ജന്മം കൊള്ളുന്നു. ആകാശത്തിന്റെ നീലിമയിലേക്ക് അവരെ തലവന്ന് മുട്ടി നിൽക്കുന്നു. കാൽപാദം വരെ ഇഴഞ്ഞു കിടക്കുന്ന സടകെട്ടിയ മുടിയിടകൾ ഖബറിന്റെ ഉള്ളറയിൽ നിറഞ്ഞു കിടക്കുന്നു. ഇത് തന്നെയാണ് ആ മലക്കെന്നിട്ട് ഖബർ പോലും പൊട്ടിവിറക്കുന്ന തരത്തിൽ പ്രപഞ്ചം തകർന്നു വീഴുന്ന ഇടിമുഴക്ക ശബ്ദത്തോടെ വിളിച്ചു ചോദിക്കുന്നു, മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമാ ഇമാമുക വമാ ഖിബ്ലതുക വമൻ ഇഖ്വാനുക. നെഞ്ചു പതറാതെ ഉത്തരം പറയാൻ പറ്റുമോ ഉമ്മ? നെഞ്ചു പതറാതെ ഉത്തരം പറയാൻ പറ്റുമോ സഹോദരാ? ഇത്തരത്തിൽ തീജ്വാല ജ്വലിച്ചു നിൽക്കുന്ന കണ്ണോടുകൂടി, പ്രപഞ്ചം തകർത്തെറിയുന്ന ശബ്ദത്തോടുകൂടി, 1000 വെള്ളിടി പൊട്ടുന്ന ശബ്ദ ഗാംഭീര്യതയോടുകൂടി ഒരു മലക്കെങ്ങാനും ഇത്തരത്തിലൊന്ന് ചോദിച്ചാൽ ഉള്ളറയിൽ വെച്ച് പറയുമോ സഹോദരാ? പറയുമോ ഉമ്മ? അല്ലാ അല്ലാ. അതുകൊണ്ട് തന്നെയാണ് തൽഖീൻ എന്ന സച്ചരിതരായ മുൻഗാമികളിലൂടെ നമുക്ക് കിട്ടിയ ഇബാദത്ത് ഈ മഹാനായ അംർ ബിൻ ആസ് തങ്ങളുടെ അവസാന നേരത്തെ മഹാൻ തന്നെ പറഞ്ഞു കൊടുത്ത തരത്തിൽ അനിഷേധ്യരായ ഉസ്താദുമാര് നമ്മളെ ഖബറിന്റെ തലയ്ക്ക് മാട്ട് വന്നിരുന്നിട്ട് ഭയപ്പെടണ്ട, പേടിക്കണ്ട, നെഞ്ചു വിറയ്ക്കണ്ട, പതറിപ്പോകണ്ട. കുറച്ചു സമയം കഴിയുമ്പോ 2 മലക്കുകൾ നിന്റെ മുമ്പിൽ വരും. അവര് ഒരാളിന്റെ പേര്, 2 പേരുടെ പേരും മുൻകറെന്നും നക്കീറെന്നുമാണ്. അവര് വന്നിട്ട് നിന്നെ വിളിച്ചുണർത്തും, അവര് നിന്നെ പൊക്കും, അവര് നിന്നെ പിടിച്ചിരുത്തും. എന്നിട്ട് നിന്നോട് അവര് ചോദിക്കും, ആരാണടാ നിന്റെ റബ്ബ? ആരാണടാ നിന്റെ മുത്തുനബി? ആരാണടാ നിന്റെ ദീന്? മുത്തുനബിയുടെ ഫോട്ടോ രൂപം പോലും അവരെ കാണിച്ചു തരും. അങ്ങനെ അവര് നിന്നോട് ചോദിക്കുമ്പോ വിറക്കല്ലേ പൊന്നുമോനെ, നിലവിളിക്കല്ലേ ഉമ്മ, നെഞ്ച് പതറല്ലേ സഹോദരാ. ചങ്കൂറ്റത്തോടെ നിന്നുകൊണ്ട്, ധൈര്യത്തോടെ സൈര്യത്തോടെ നട്ടല് നിവർത്തി നിന്നുകൊണ്ട് അല്ലാഹു റബ്ബി വ മുഹമ്മദുൻ നബി വൽ ഇസ്ലാമു ദീനി വൽ ഖുർആനു ഇമാമി വൽ കഅബതു ഖിബ്ലതി വൽ മുസ്ലിമൂന ഇഖ്വാനി
എന്ന് തന്റെ ഇടത്തോടെ തിരിച്ചു പറയണേ എന്ന് തൽഖീനിലൂടെ മഹാന്മാരായ നമ്മുടെ ആത്മീയ അധ്യക്ഷന്മാരായ അനുഗ്രഹീത ഇമാമമാരെ വിളിച്ചു പറയുന്നത് ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സൂറത്തുൽ മുൽക്ക് ഓതിക്കോ. ഈ തരത്തിലുള്ള ഭീകരമായ അവസ്ഥ നേരിടാനുള്ള തോക്കത്തില്ലെങ്കിൽ തബാറക സൂറത്ത് ഓതിക്കോ. സൂറത്തുൽ മുൽക്ക് ഓതണേ ഉമ്മ. അങ്ങനെ 6 സൂറത്തുൽ മുൽക്ക് പതിവാക്കിയാലും 6 തബാറക സൂറത്ത് പതിവാക്കിയാലും അങ്ങനെ 6 തബാറക സൂറത്ത് ഒരു ദിവസം പോലും ഒഴിവിടാതെ എന്നും ജീവിതത്തിൽ പതിവാക്കി ഓതിയാൽ ഇന്നഹാ മുൻജിയാ ഇന്നഹാ മുൻജിയാ ഇന്നഹാ മുൻജിയാ തുഞ്ചി സാഹിബുഹാ മിൻ അദാബിൽ ഖബരി. ഖബറിന്റെ ഈ ചോദ്യത്തിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട അദാബിൽ നിന്നും ആ സൂറത്തുൽ മുൽക്ക് അവനെ രക്ഷപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തബാറക സൂറത്ത് ഓതിക്കോ. ആകെ ഒരു പേപ്പറല്ലേ ഉള്ളൂ, ഒറ്റ പേപ്പറേ ഉള്ളൂ, അപ്പുറവും ഇപ്പുറവും കൂടെ നിറച്ചിട്ട് അതങ്ങോട്ട് ഓതിയാൽ മതി. അങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്ക് പ്രിയപ്പെട്ടവരെ. നേരിട്ടൊക്കെ ഈ ചോദ്യം അനുഭവിക്കേണ്ടി വരുന്ന എന്ത് ചെയ്യും? ഒരുപാടുണ്ട്. ഉദര രോഗം വന്ന് മരിക്കുന്നവരുണ്ടല്ലോ, ഗർഭിണിയായ പെണ്ണ് മരിക്കലും ഉദരത്തിൽ ക്യാൻസർ വന്നിട്ട് മരിക്കലും ഒക്കെ അവർക്കുണ്ട് ഇത്തരത്തിലുള്ള ഖബറിന്റെ ചോദ്യവും അതിന്റെ ശിക്ഷയിൽ നിന്നുള്ള രക്ഷയെന്ന് നബിയുനാ റസൂലുള്ളാഹി. വെള്ളത്തിൽ വീണ ഒരാൾ മരിച്ചാൽ അവർക്കും ഇത്തരത്തിൽ ഖബറിന്റെ ചോദ്യമുണ്ടാകില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. സാമാരൊക്കെ ഉള്ളതല്ല മജ്‌ലിസ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർക്കുക, ചിന്തിക്കുക, ആലോചിക്കുക. അപ്പൊ ഇങ്ങനെ തന്നെ നീട്ടി പരത്തി പറഞ്ഞുകൊണ്ട് പോയാൽ സമയം തീരും. അതുകൊണ്ട് വല്ലാതെ ഇട്ട് വിശദീകരിക്കണ്ടല്ലോ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ മാതിരി ഈ ചോദ്യം കഴിഞ്ഞു. ചോദ്യം നല്ല കൃത്യമായിട്ട് പറഞ്ഞ മറുപടി നൽകിയ ഉടനെ മലക്കുകൾ ഒരു ഓഫർ തരും. എന്താണെന്നറിയോ? നം കനൗമത്തിൽ അറൂസ്. പുതുമാപ്പിള ഉറങ്ങും പോലെ ഉറങ്ങിക്കോ. പുതുമാപ്പിളയുടെ ഉറക്കമുണ്ടല്ലോ, വൈകാരികമായ പൂർണ്ണ സംതൃപ്തിയോടുകൂടിയുള്ള സുന്ദരമായ ഉറക്കം. ആ ഒരു ആലങ്കാരിക പ്രയോഗം പൂർണ്ണമായ ഉത്തരം പറഞ്ഞു തീരുമ്പോൾ മലക്ക് പറയും നം കനൗമത്തിൽ അറൂസ്. പുതുമാപ്പിള ഉറങ്ങുന്നത് പോലെ, പ്രാരംഭ രാത്രി ഉറങ്ങുന്നത് പോലെ നീയും ഉറങ്ങിക്കോ. സ്വർഗത്തിന്റെ വാതിലുകൾ അങ്ങോട്ട് തുറക്കും പ്രിയപ്പെട്ടവരെ. കണ്ടെത്താ ദൂരത്തോളം മണ്ണറക്കൂടങ്ങോട്ട് വിശാലമാകാൻ തുടങ്ങും. അല്ലാഹു ആ ഭാഗ്യം നൽകുമാറാകട്ടെ. അതേ സമയത്ത് നേരെ തിരിച്ചാണെങ്കിലോ പിന്നെ പറയണ്ടല്ലോ. നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ദണ്ട് കൊണ്ടുള്ള അടി. ആ അടിയേക്കുമ്പോൾ ചന്ന ഭിന്നമാകുന്ന ശരീരം പാതാളത്തോളം പോണതും തിരിച്ചു വരേണ്ടതും നിലവിളിക്കുന്നതും ഒക്കെ. അപ്പൊ പിന്നെ ഒറ്റടി തന്നെ എല്ലാം തീരൂലേ ഉസ്താദെ? അത് ഇവിടെ വെച്ച ഒറ്റടി തീരണത്. അതിവിടെ വെച്ച ആത്മാവിന്റെ വിസ്മയ യാത്രയുടെ 3ാമത്തെ ഘട്ടത്തിലെ ഒറ്റയടിക്ക് ചന്ന ഭിന്നമായി തീരുന്നത്. 4ാമത്തെ ഘട്ടത്തിൽ ഗതി മാറും. ഒറ്റയടി 2 അടി 1000 അടി അടിച്ചാൽ ഇത് തീരൂല. ഇതെങ്ങനെ വന്നാലും തിരിച്ചു വരും. നരകത്തിന്റെ ശിക്ഷയായി ഖുർആൻ പറഞ്ഞില്ലേ? അതേപോലെ വന്ന് എല്ലാവരും അകത്തേക്ക് കയറിയിരിക്കണം കേട്ടോ. അതേപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താവട്ടെ, അത് കഴിഞ്ഞിട്ട് ഈ മലക്കുകൾ ഇതും തുറന്നിട്ട് പോകും. പിന്നെ ഖബറുമായി ബന്ധപ്പെട്ട സുഖകരമായി ഉറങ്ങാം. ഉറങ്ങേണ്ടവർക്ക്, അല്ലാത്തവർക്ക് ശിക്ഷയും. ഇന്ന് കേൾക്കുമ്പോൾ ബാക്കി ഖബർ എല്ലാം വളരെ സുഖമെന്നൊന്നും ഒരാളും വിചാരിക്കരുത്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞതുപോലെ പുറത്തുനിന്ന് കാണുന്ന രസമൊന്നുമില്ല ഖബറിന്റെ ഉള്ളറ. നിങ്ങളെ ബന്ധുക്കൾ നിങ്ങളോട് പറയുന്നുണ്ട്, ലൈലത്തുൽ ബറാഅയുടെ രാത്രിയും ലൈലത്തുൽ ഖദറിന്റെ രാത്രിയും അടക്കം ഈ ബന്ധുക്കൾ നിങ്ങളോട് പറയുന്നുണ്ട്, മക്കളെ അരുതായ്മകൾ ചെയ്യരുത്. ഉമ്മ അനുഭവിച്ചപ്പോഴാണ് പഠിച്ചത്, ഈ ബാപ്പ അനുഭവിച്ചപ്പോഴാണ് പഠിച്ചത്, ഈ സഹോദരൻ അനുഭവിച്ചപ്പോഴാണ് പഠിച്ചത്. അതുകൊണ്ട് പൊന്നുമക്കളെ, ഈ മണ്ണറക്കൂട് ഭീകരമാണ്, ചെയ്യരുത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, മുൻകർ നക്കീറിന്റെ ചോദ്യം മാത്രമൊന്നുമല്ലത്. റൗമാൻ എന്ന ഒരു മലക്ക്, അത് കഴിഞ്ഞിട്ട് മുൻകർ നക്കീർ, പിന്നെയും വരാനുണ്ട് പ്രിയപ്പെട്ടവരെ. മലക്ക് മാത്രമല്ല, എന്തൊക്കെ ഘട്ടങ്ങളാണെന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുൻകർ നക്കീർ ചോദിച്ചപ്പോൾ തിരിച്ചടിക്കുകയും ചെയ്തത്. പേടിക്കല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തിരിച്ചടിച്ചു. നബി ആദ്യമേ പറഞ്ഞു, നിനക്കതിന് കഴിയും ഉമറേ, നിനക്കതിന് കഴിയുമെന്ന് നബി തങ്ങൾ നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ തിരിച്ചടിച്ചു, ഉത്തരം മുട്ടിച്ച് തിരിച്ചു വിട്ടു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ 1 വർഷം കഴിഞ്ഞതിന് ശേഷം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്വപ്നദർശനത്തിലൂടെ, മലക്കൂത്തിൽ നിന്നുള്ള സ്വപ്നദർശനത്തിലൂടെ പ്രിയപ്പെട്ട സഹോദരനെ കാണിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് എന്താണെന്നറിയോ? അദ്ദേഹം ചോദിച്ചു, തങ്ങളെ സ്വപ്നത്തിലൂടെ തിരിച്ചു പോയിക്കേ, ആത്മാവുകൾ തമ്മിൽ സന്ധിക്കേ. ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു തങ്ങളെ ഖബറിന്റെ ഉള്ളറ? 1 വർഷമായില്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു? തിരിച്ചു പറഞ്ഞു കൊടുത്ത്, എന്റെ പൊന്നുമോനെ, അൽ ആന ഫറഗ്തു. ഓ,
മണ്ണറക്കൂട് ചില്ലറല്ല പൊന്നുമോനെ. ഇതേ അൽ ആനതേ ഇപ്പോ നീയുമായി സന്ധിക്കുന്നതിന് ഇച്ചിരി മുമ്പാണ് ഫറഖ്തു, ഖബറിന്റെ മുസീബത്തിൽ നിന്നും ഇടങ്ങേറിൽ നിന്നും ഞാൻ മോചിതനായതെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ പ്രിയപ്പെട്ടവരെ. ഖബറിന്റെ ഞെരുക്കമൊക്കെ കേട്ടിട്ടില്ലേ? ലഗ്തത്തുൽ ഖബർ. മരിച്ചു കൊണ്ടുവച്ച ബാപ്പാടെ അവസ്ഥ നമ്മൾ ചിന്തിച്ചിട്ടില്ല. മണ്ണ് മൂടിയതിന് ശേഷം പൊട്ടിക്കരഞ്ഞ് വേദനിച്ച് നമ്മൾ ദുആ ചെയ്തു, ചെയ്യണം. പക്ഷെ അപ്പോഴും ബാപ്പയുടെ മണ്ണറക്കൂടിൽ, ഉമ്മയുടെ മണ്ണറക്കൂട്ടിനകത്ത് ഏകമായി കിടക്കുന്ന ഉമ്മയുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരുമ മകളാകുന്ന ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹാ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അനുഗ്രഹീത ഭാര്യയായിരിക്കെ നബി തങ്ങളുടെ ജീവിതകാലത്ത് മരണപ്പെട്ട മകളാണ് മഹദിയായ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹാ. ഈ മഹദിയുടെ മയ്യത്ത് കൊണ്ടുവന്ന് മറമാടുന്ന പ്രിയപ്പെട്ടവരെ, ആ മകളുടെ മയ്യത്ത് മറമാടിയതിന് ശേഷം നബി തങ്ങൾ മകളുടെ ഖബറിന്റെ മുറ്റത്ത് നിൽക്കുന്നു. ഖബറിന്റെ ചാരത്ത് നിന്നുകൊണ്ട് മകളെ തന്നെ നോക്കി നിൽക്കുന്നു. സ്വഹാബത്ത് നബി തങ്ങളെ തന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ സ്വന്തം മകളെ തന്നെ നോക്കിക്കൊണ്ട് നിന്നിട്ട്, എന്റെ മകളാണല്ലോ അല്ലാ, ഇന്നലെ വരെ ഉസ്മാന്റെ ചാരമുണ്ടായിരുന്ന, ഉസ്മാന്റെ സാമീപ്യമുണ്ടായിരുന്ന എന്റെ അരുമ മകൾ ഇന്ന് തനിച്ചാണല്ലോ അല്ലാ എന്ന തരത്തിൽ ലോകത്തിന്റെ റൂഹിയായ പിതാവ് സ്വന്തം മകളെ തന്നെ നോക്കി നിൽക്കുന്നു. അങ്ങനെ സ്വന്തം മകളെ തന്നെ മറയില്ലാത്ത അരിശേദ്യമായ കണ്ണുകളിലൂടെ നബിത്തങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് മുത്തുനബിക്ക് ഭാവവ്യത്യാസം വരുന്നു. അവിടത്തെ നെറ്റിത്തടം വിയർപ്പ് പൊട്ടുന്നു. അവിടുന്ന് കണ്ണ് ചിമ്മി അടച്ചുകൊണ്ട് കരയുന്നു. കണ്ടു നിന്ന സ്വഹാബത്തിന്റെ സങ്കടം വന്ന് പ്രിയപ്പെട്ടവരെ, കുറെ നേരം കഴിഞ്ഞപ്പോ നബിത്തങ്ങൾക്ക് വിശാലത വരുന്നു. അല്ലാ, ആത്മാവിന്റെ വിസ്മയാത്രകളുടെ 4ാമത്തെ ഘട്ടം ചില്ലറയല്ല പ്രിയപ്പെട്ടവരെ. ദുനിയാവിന്റെ സരളമായ ജീവിത ശൈലി പ്രതീക്ഷിക്കണ്ട. അത് വേണമെങ്കിൽ അധ്വാനിച്ചോ. നബി തങ്ങൾ പോലും സ്വന്തം മകളെ ഓർത്ത് കരയാനുള്ള കാരണം എന്താണെന്ന് തിരിച്ചറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് കാര്യം അന്വേഷിച്ചു. അവിടെന്ന് പറഞ്ഞു കൊടുത്ത സ്വഹാബാ, എന്റെ പൊന്നുമോളുടെ മയ്യത്ത് കൊണ്ടുവന്ന് ഖബറിൽ വെച്ചതിന് ശേഷം എന്റെ പൊന്നുമോളുടെ ഖബറ് മയ്യത്തിനെ മറയില്ലാത്ത കണ്ണിലൂടെ ഞാൻ എങ്ങനെ നോക്കി കാണുന്നു. എന്നിലുള്ള പിതാവിന് വിഷമം വരുന്നു. എന്റെ മകളാണല്ലോ പടച്ചവനെ ഇരുളറക്കൂട്ടിൽ തനിച്ചു കിടക്കുന്നത്. എന്റെ മകളാണല്ലോ അല്ലാ തിരിയാനും അറിയാനും കഴിയാതെ കിടക്കുന്നത് എന്ന തരത്തിൽ എന്റെ മകളെ തന്നെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേ പെട്ടെന്ന് ഖബറിന്റെ ഇരു ഭിത്തികളും പൊട്ടി. സ്വഹാബാ, പൊട്ടിമാറിയ ഖബറിന്റെ ഇരു ഭിത്തികളും സഞ്ചരിക്കാൻ തുടങ്ങിയ സ്വഹാബാ. ആ ഖബറിന്റെ ഇരു ഭിത്തികളും സഞ്ചരിച്ച് എന്റെ അരുമ മകളാണ് കിടക്കുന്നതെന്ന് പോലും പരിഗണിക്കാതെ ഈ ഖബർ പരസ്പരം വന്ന് ചേർന്നു കളഞ്ഞു. സ്വഹാബാ, ഈ ഖബർ പരസ്പരം വന്ന് ചേർന്ന് കളഞ്ഞപ്പോ ഈ ഖബറിന്റെ ചേരലിന്റെ ഇടയിൽപ്പെട്ട എന്റെ അരുമ മകളുടെ ലോലമായ ശരീരം പഞ്ഞി പോലെ ചതഞ്ഞു. സ്വഹാബാ, എന്റെ പൊന്നുമോളുടെ വാരിയെല്ലുകളും നട്ടെല്ലും പൊടിഞ്ഞു വീണു. സ്വഹാബാ, എന്റെ പൊന്നുമോളുടെ അരുമ മകളുടെ ആരോമൽ മകളുടെ വാരിയെല്ലുകൾ പൊടിഞ്ഞു വീഴുന്ന ശബ്ദം ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടു. സ്വഹാബാ, അപ്പോഴാണ് ഞാൻ കരഞ്ഞു പോയതെന്നും എന്നിലുള്ള പിതാവ് വേദനിച്ച് വിളിച്ചു പോയതെന്നും ലോകത്തിന്റെ മഹിത നേതാവ് വിളിച്ചു പറയുമ്പോ, വേളാവൂരിലെ പ്രിയപ്പെട്ട സഹോദരാ, നിന്റെ ബാപ്പാന്റെ മയ്യത്ത് കൊണ്ടുവന്ന് വേളാവൂര് പരിശുദ്ധമായ പള്ളിയുടെ
നിന്റെ ബാപ്പയോട് ഖബർ എങ്ങനാ പെരുമാറിയതെന്ന് നീ ചിന്തിച്ചോ എന്റെ പൊന്നുമോളെ. നിന്റെ നിർജീവമായ ഉമ്മയുടെ മയ്യത്ത് കഫം പൊതിഞ്ഞുകൊണ്ട് മയ്യത്ത് കട്ടിലിലേക്ക് മോമിനീങ്ങളുടെ കരങ്ങളാൽ എടുത്തു മാറ്റപ്പെട്ടപ്പോ മോഹലാസ്യപ്പെട്ടുകൊണ്ട് എന്റെ ഉമ്മ എന്ന് നിലവിളിച്ചുകൊണ്ട് വേദനിച്ച് നീ ഭൂമിയിലേക്ക് നിലംപതിച്ചു വീണുവെങ്കിൽ നിന്റെ ഉമ്മാടെ മയ്യത്ത് മണ്ണറക്കൂടിലെത്തിക്കഴിഞ്ഞപ്പോ നിന്റെ ഉമ്മയോട് ഖബറെങ്ങനാ പെരുമാറിയതെന്ന് നീ ചിന്തിച്ചോ പെങ്ങളെ. ഇന്നല്ലെങ്കിൽ നാളെ മണ്ണറക്കൂടിൽ വെക്കപ്പെടേണ്ട ശരീരമാണ് നമ്മുടെ ശരീരം. പ്രിയപ്പെട്ടവരെ, നബി തങ്ങളുടെ അരുമ മകളോട് പോലും ഖബറിങ്ങനെയാണ് പെരുമാറിയതെങ്കിൽ അർവാഹികളുടെ വിസ്മയയാത്രകൾ എന്ന വിഷയം ശ്രവിക്കുന്ന സഹോദരാ, എങ്ങനെയാണ് ഖബർ നിന്നോട് പെരുമാറുക? എങ്ങനെയാണ് ഖബർ നിന്നെ ധരിക്കുക? താകാനുള്ള ശേഷിയുണ്ടോ സഹോദരാ? താകാനുള്ള ശേഷിയുണ്ടോ ഉമ്മ? വറഇഹിം ബർസഖുൻ ഇലാ യൗമി جد بلطفك يا إلهي من له زاد قليل مفلس بالصدق يأتي عند بابك يا جليل عند بابك يا جليل أين موسى أين عيسى أين يحيى أين نوح أنت يا صديق عاصي توب إلى المولى الجليل توب إلى المولى الجليل أنت ربي أنت حسبي أنت لي نعم الوكيل هب لنا ملكا كبيرا نجنا مما نخاف نجنا مما نخاف. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ഇന്ന് നമ്മളോടൊപ്പം ജീവിക്കാനിട്ടാ പ്രിയപ്പെട്ടവരെ. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ഇന്ന് നമ്മളോടൊപ്പം ജീവിച്ചിരുന്നിരുന്നുവെങ്കിൽ ഈ ഖബറാളുകളുടെ മുമ്പിലേക്ക് കൊണ്ടുചെന്നിട്ട് അലി തങ്ങളെ എന്റെ ബാപ്പാന്റെ ആത്മാവിനോടൊന്ന് സംസാരിക്കണേ തങ്ങളെ, എന്റെ ഉമ്മാന്റെ റൂഹിനോടൊന്ന് സംസാരിക്കണേ തങ്ങളെ എന്ന് പറഞ്ഞാൽ മഹാനായ അലി തങ്ങൾ സംസാരിക്കുമായിരുന്നു പ്രിയപ്പെട്ടവരെ. അങ്ങനെ അലി തങ്ങൾ സംസാരിച്ചാൽ ഈ റൂഹുകൾ ഉത്തരം ചെയ്യുമായിരുന്നു പ്രിയപ്പെട്ട സഹോദര. ഇത് എന്റെ വാക്കല്ല, ഇമാമുന ബൈഹഖി റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുദ്ധരിക്കുന്നു ഹുജ്ജത്തുല്ലാഹി അലൽ ആലമീനിലൂടെ മഹാനവറുകൾ വ്യക്തമായി വിവരിച്ചു തരുന്നു. ദഖല അലിയുൻ അലാ മഖാബിറൽ മദീന. നമ്മുടെ പള്ളിക്കാട്ടിന്റെ വിശേഷമെന്ന് തിരിച്ചറിഞ്ഞോ പ്രിയപ്പെട്ടവരെ? ആത്മാവിന്റെ വിസ്മയാത്രകളുടെ നാലാമത്തെ ഘട്ടമാകുന്ന ഖബറിന്റെ ഉള്ളറ, ബർസഖിയായ ലോകത്തെ ജീവിതം എങ്ങനെയാണെന്ന് തിരിച്ചറിഞ്ഞോ സഹോദര? തിരിച്ചറിഞ്ഞോ ഉമ്മ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മദീനയിലെ ഖബർസ്ഥാനിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഖബറാളികളോട് മഹാൻ സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും യാ അഹ്ലദ് ദിയാരി വൽ ഖുബൂർ നസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയാ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. അങ്ങനെ സലാം പറഞ്ഞതിന് ശേഷം ഒരു ഖബറിടത്തിലേക്ക് ചെന്നു നിന്നു. എന്നിട്ട് ആ ഖബറാളിയോട് പറഞ്ഞു, നിങ്ങളുടെ അനുഭവങ്ങൾ എനിക്കൊന്ന് വിവരിച്ചു തരിക. നിങ്ങൾ ഈ ഖബറിൽ എത്തിയതിന് ശേഷമുള്ള അനുഭവങ്ങൾ ഇന്ന് വരെയുള്ളത് വിവരിക്കുക. ഫസമിയ സൗതാ മിൻ സാഹിബി ഹാദൽ ഖബരി. ആ ഖബറിന്റെ സ്വാഹിബിൽ നിന്ന് ശബ്ദം വരാൻ തുടങ്ങി. ആ ഖബറിലുള്ള റൂഹ് ശബ്ദിക്കാൻ തുടങ്ങി. ആ റൂഹിന്റെ നാലാമത്തെ വിസ്മയാത്രയുടെ ഘട്ടത്തെ സംബന്ധിച്ച് ആ റൂഹ് സംസാരിക്കാൻ തുടങ്ങി. അല്ലാ, നമ്മളെ ഉമ്മാക്കും പറയാനുള്ളത് അതാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ബാപ്പാക്കും പറയാനുള്ളത് അതാണ് സഹോദരാ. ഖബറാള് പറഞ്ഞു കൊടുത്തു, അലി തങ്ങളെ
ഖദ് ഖരിഖത്തിൽ അക്ഫാൻ വന്തശറത് الشعور وصالت المناخير على الخدود. ഖബറാള് പറഞ്ഞു കൊടുത്തു, തങ്ങളെ ഖദ് ഖരിഖത്തിൽ അക്ഫാൻ, ഞങ്ങൾക്ക് പുതപ്പിച്ചു തന്ന ഞങ്ങളുടെ കഫംപുടവകളുണ്ടല്ലോ, ആ കഫംപുടവകൾ ഇന്ന് ഞങ്ങളുടെ ശരീരങ്ങളിലില്ല. അത് മുഴുവനും തുരുമ്പി ദ്രവിച്ച് തങ്ങളെ, അത് മുഴുവനും പൊടിഞ്ഞു പൊടിഞ്ഞ് ഞങ്ങളുടെ ചുറ്റും കിടക്കുന്നു തങ്ങളെ. വന്തശറത് الشعور, ഞങ്ങളുടെ ശരീരങ്ങളിൽ ഇന്ന് രോമങ്ങളില്ല. ആ രോമങ്ങൾ മുഴുവനും ഞങ്ങളെ ശരീരങ്ങളിൽ നിന്ന് നുരുമ്പ് വീണു തങ്ങളെ, കൊടിഞ്ഞു വീണു തങ്ങളെ. അത് ഞങ്ങളെ ചുറ്റുവട്ടങ്ങളിൽ വിതറിക്കിടക്കുന്നു തങ്ങളെ. വസാലത്തിൽ ഹുദൂദു അലൽ അഖ്ദാഖ്, ഞങ്ങളെ ഖബറിൽ വെച്ച ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഞങ്ങളെ വയറുകൾ വീർത്തു. 3 ദിവസം കഴിഞ്ഞപ്പോ ഞങ്ങളെ വയറുകൾ വീർത്തു പൊട്ടി തങ്ങളെ. അത് മുഴുവനും അലിഞ്ഞു ദുർഗന്ധമായി ഞങ്ങളെ മണ്ണറ കിടക്കുന്നു തങ്ങളെ. ദിവസം അങ്ങനെ കടന്നുകൊണ്ടിരിക്കെ ഞങ്ങളെ കണ്ണിന്റെ ചുറ്റുവട്ടവും അലിഞ്ഞു തങ്ങളെ. ഞങ്ങളെ കണ്ണിന്റെ ചുറ്റുവട്ടവും ജീർണിക്കാൻ തുടങ്ങി തങ്ങളെ. അങ്ങനെ അലിഞ്ഞളിഞ്ഞളിഞ്ഞ് അവസാനം ഞങ്ങളെ കണ്ണുകൾ കവിൽ തടങ്ങളിലൂടെ ഒലിച്ചിറങ്ങി തങ്ങളെ. ഞങ്ങളെ കണ്ണുകൾ കവിൽ തടങ്ങളിലൂടെ ഒലിച്ച് മണ്ണിലേക്ക് വീണു തങ്ങളെ. ഇങ്ങനെ മൃഗീയമാണ് ഞങ്ങളെ ഉള്ളറ, ഇങ്ങനെ ഭീകരമാണ് ഞങ്ങളെ ഉള്ളറ. ചിതലും പുഴുക്കളും തിന്നു തീർക്കുകയാണ് ഞങ്ങളെ. ഞങ്ങൾ ഉറങ്ങുന്ന നേരത്ത് ഞങ്ങളെ പൊന്നമക്കൾ ഞങ്ങളെ ശരീരത്ത് കയറി കുസൃതി കാണിക്കുമായിരുന്നുവെങ്കിൽ ഇന്ന് അതേ ഞങ്ങളെ ശരീരങ്ങളിൽ കയറി കുസൃതി കളിക്കുന്നത് വലിയ വലിയ തേളുകളാണ് തങ്ങളെ. ഞങ്ങൾക്ക് ഉറക്കം വരാൻ വേണ്ടി ഞങ്ങളെ ഭാര്യമാര് അവരുടെ ലോലമായ വിരലിരകൾ കൊണ്ട് ഞങ്ങളുടെ മുടിയിടകളിലൂടെ തലോടുമായിരുന്നു തങ്ങളെ. എങ്കിൽ ഇന്ന് ആ മുടിയിടകളിലൂടെ ഞങ്ങളെ കൊത്തിക്കൊണ്ട് തലോടുന്നത് പർവ്വത സമാനമായ വിഷത്തേറ്റകളുള്ള പത്തിയുള്ള സർപ്പങ്ങളാണ് തങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് മദീനയിലുള്ള ഖബറാളി സംസാരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ വേളാവൂരിലെ ഉമ്മ, ഈ ഖബറാളികൾക്ക് നിങ്ങൾക്കും ഇതുപോലെ പറയാൻ കഥയുണ്ടാവില്ലേ? നിങ്ങളോട് പറയാനും അനുഭവം ഉണ്ടാവില്ലേ? ഇന്നല്ലെങ്കിൽ നാളെ ആത്മാവിന്റെ വിസ്മയാത്രകളുടെ 4ാമത്തെ ഘട്ടം അനുഭവിക്കേണ്ടവർ നമ്മളാണെങ്കിൽ നമ്മുടെ മണ്ണറ എങ്ങനെയായിരിക്കും പ്രിയപ്പെട്ടവരെ? നമ്മുടെ ഇരുളറ എങ്ങനെയായിരിക്കും സഹോദര? നമ്മുടെ 6 അടി മണ്ണ് നമുക്ക് തറവാടാകുമോ? നമ്മളെ മണ്ണറ നമുക്ക് മണിയറയാകുമോ? നമ്മളെ ഇരുളറ പ്രകാശത്തിന്റെ സങ്കേതമാകുമോ? അതല്ല നരകത്തിന്റെ കനൽക്കട്ടയാകുമോ? അതല്ല നരകത്തിന്റെ ചവോലി പട്ടിയായി അത് പതിക്കേണ്ടി വരുമോ? ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. അല്ലാഹു നമ്മുടെ ബന്ധുക്കൾക്ക് മുഴുവനും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആലോചിക്കുക, ചിന്തിക്കുക, മനസ്സിലാക്കുക. ഇത് മാത്രം എനിക്ക് പറഞ്ഞുകൊണ്ടിരുന്ന പറ്റില്ലല്ലോ. ഖബർ മാത്രമല്ല, പിന്നെ അങ്ങ് കിടക്കെ ഖബറുമായി ആത്മാവുമായി ഈ ശരീരത്തെ ബന്ധിപ്പിച്ചതിന് ശേഷം പിന്നെ ഭൂമി ലോകത്തെ വിവരങ്ങൾ മരിച്ചവരറിയോ? പുതിയ അവാന്തര വിഭാഗങ്ങളുടെ ബാലിശമായ ചിന്താഗതികളിലൂടെ പല സഹോദരങ്ങളും തെറ്റിദ്ധരിക്കപ്പെട്ടതാ. മരിച്ചു മണ്ണായി പിന്നെങ്ങനെ ജീവിച്ചിരിക്കുന്നവരുടെ അനുഭവങ്ങൾ അറിയുന്ന അല്ലേ? കംപ്ലീറ്റ് അറിയും ഈ ആത്മാവ് കറക്റ്റ് അറിയും. ആത്മാവിന്റെ ലോകത്തിരുന്നു കൊണ്ട് സർവ്വ വിവരങ്ങളും അറിയും പ്രിയപ്പെട്ടവരെ. എൻ്റെ വാക്കല്ല. അബ്ബാദ് എന്ന മഹാപണ്ഡിതൻ ഇബ്രാഹിം ബിൻ സ്വാലിഹ് എന്ന ഫലസ്തീന്റെ രാജാവിന്റെ മുമ്പിലേക്ക് ചെന്നപ്പോ പറഞ്ഞു, വാഴ്ന്നു പറഞ്ഞുതരാൻ പറഞ്ഞു. ഇദ്നി യാ സയ്യിദി, എനിക്ക് ഇച്ചിരി വാഴ്ന്നു പറഞ്ഞുതരുമെന്ന് ചോദിച്ചു. അപ്പൊ മഹാനര് പറഞ്ഞു, നിങ്ങൾ നല്ലൊരു രാജാവല്ലേ? സീറത്ത് ഇബ്നു ഹിശാമിലാണെന്ന് തോന്നുന്നു ഈ സംഭവം. നിങ്ങൾ നല്ലൊരു രാജാവല്ലേ? നീതിയുക്തമായി ഭരണം നടത്തുന്ന നിങ്ങൾക്ക് ഞാൻ എന്ത് ഉപദേശമാ പറഞ്ഞു തരിക? എന്നാലും എന്തെങ്കിലും പറഞ്ഞു തരും തങ്ങളെ.
കേൾക്കാനുള്ള കൊതി കൊണ്ട് ചോദിച്ചു. മഹാനര് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം, ഒരൊറ്റ കാര്യം ഞാൻ പറയാം, മനസ്സിലാക്കിക്കോ. ബലഗനി അന്ന അഅമാലുൽ അഹ്യാഇ തുറദു അലാ ഖാരിബിഹിം മിനൽ മൗത ഫൻദുർ മാദാ തറ മാദാ തുറദു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നു. ഒറ്റ വാക്കിൽ ഉത്തരം കൊടുത്തു. ഈ ഉത്തരം കേട്ട് തീർന്നപ്പോ ഫലസ്തീന്റെ രാജാവ് ഇബ്രാഹിം ഇബ്നു സ്വാലിഹ് എന്ന അധിപന്റെ കഥ എന്താണെന്നറിയോ? ഇത് കേട്ട് തീർന്നതും അല്ലാഹു എന്ന് വിളിച്ചപ്പോ ബക്കാ ഇബ്രാഹിം ഇബ്നു സ്വാലിഹ് ബുകാഅൻ ശദീദാ ഹത്താ ബല്ലൽ ലിഫാം. തന്റെ താടിരോമങ്ങളെ മുഴുവനും നനയിപ്പിച്ചുകൊണ്ട് കണ്ണുനീരുകൾ സജലങ്ങളായി ഒഴുകി വരണ്ടുണങ്ങിയ ഭൂമിക ദാഹം തീർക്കുവോളം കുടിച്ചു പറ്റിക്കുന്ന തരത്തിൽ കരയിപ്പിച്ചു ആ വാക്കുകൾ. എന്താ വാക്കെന്നറിയോ? ഞാൻ നബിത്തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കി എടുത്തതനുസരിച്ച്, എനിക്ക് കിട്ടിയ സച്ചരിതരായ മുൻഗാമികളുടെ വിവരങ്ങൾ അനുസരിച്ച്, അന്ന അഅമാലുൽ അഹ്യായി, നിശ്ചയം ജീവിച്ചിരിക്കുന്നവരുടെ സർവ്വ പ്രവർത്തികളും, നിങ്ങൾ, ഞാൻ, നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നവർ, ഈ ജീവിച്ചിരിക്കുന്ന നമ്മുടെ സർവ്വ പ്രവർത്തികളും തുറന്നു, അത് കംപ്ലീറ്റ് വെളിവാക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അൽ അഅമാൽ, എല്ലാ അമലുകളും, എല്ലാ പ്രവർത്തികളും വെളിവാക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആരുടെ മേൽ? അല അഖാരിബിഹിം മിനൽ മൗത, അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ രക്തബന്ധുക്കളുടെ മേൽ. അപ്പൊ എന്റെ ബാപ്പാടെ ഉമ്മ ഉപ്പ, എന്റെ ഉമ്മാടെ ഉപ്പ ഉമ്മ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഞാനുമായി ബന്ധപ്പെട്ട രക്തബന്ധുക്കൾ ആരെയുണ്ടോ, അഖാരിബുണ്ടോ, അവർ കംപ്ലീറ്റ് അറിയേ എന്റെ വിവരങ്ങൾ. ഇതുപോലെ നിങ്ങളെ ബന്ധുക്കൾ ഈ പള്ളിക്കാട്ടി കിടന്നുകൊണ്ട് കാണേ, നിങ്ങൾ ഈ വാതിന് വന്നതും, നിങ്ങൾ ഈ വാത് കേൾക്കുന്നതും, നിങ്ങൾ വീട്ടിൽ പ്രവർത്തിക്കുന്നതും, നിങ്ങൾ പുറത്തുപോയി പ്രവർത്തിക്കുന്നതും കംപ്ലീറ്റ്. അതുകൊണ്ടാണ് മൂത്തത്തിന്റെ രണാങ്കണത്തിൽ പിടഞ്ഞു മരിച്ച മഹാനായ ജഅഫർ ബിൻ സ്വാദിഖ് ജഅഫർ റളിയല്ലാഹു അൻഹു, ഈ ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പിന്നെ അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധു ദുആ ചെയ്യുന്ന പ്രാർത്ഥന ഇബ്നു അബി ദുനിയ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താ ദുആ എന്നറിയോ? അല്ലാഹ് എന്റെ രക്തബന്ധുവായ ജഅഫറിന്റെ റൂഹിന്റെ മുമ്പിൽ എന്റെ അമലുകൾ വെളിവാക്കി കൊടുക്കുമ്പോൾ അയാൾക്ക് ഇവൻ ഇങ്ങനത്തവനാ എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തികളും എന്റെ ജീവിതത്തിൽ തരല്ലേ അല്ലാഹ്. റൂഹിന്റെ ലോകത്തിരിക്കുന്ന എന്റെ സഹോദരൻ ജഅഫറിന് മോശമെന്ന് തോന്നുന്ന, അയ്യേ എന്ന് അദ്ദേഹം പറയുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തികളും എന്റെ ജീവിതത്തിൽ തരല്ലേ അല്ലാഹ്. ആരുടെ പ്രാർത്ഥന? ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ബന്ധുവിന്റെ പ്രാർത്ഥന. ജഅഫർ ബിൻ അബി ത്വാലിബ് സ്വാദിഖ് അല്ലേ റളിയല്ലാഹുവിന്റെ പ്രാർത്ഥന ഇബ്നു അബി ദുനിയ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പം മരിച്ചവർ കഴിഞ്ഞു, ഒരു ബന്ധവും ഇല്ല എന്നൊന്നും കരുതണ്ട, കംപ്ലീറ്റ് അവരറിയും, എല്ലാം അവരെയും. ഇബ്നു മഹാനായ നമ്മുടെ കേരളത്തിന്റെ ഖാത്തിമത്തുൽ മുഹഖ്ഖീൻ ഇബ്നു ഹജർ തങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പൊന്നാനിയിലെ ആധ്യാത്മശാസ്ത്ര ലോകത്തെ രാജാവായ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മഹാനരെ വിവരിച്ചു തരുന്നുണ്ട് ഖബറാളികളുടെ വിലാപം, അവരുടെ ശബ്ദം. യാ മൻ നകഹതും നിസാഅനാ വയാ മൻ സകൻതും ദൗറനാ എന്ന് തുടങ്ങിയിട്ട് വിശാലമായ വിവരണം ഉണ്ട്. അങ്ങോട്ടൊന്നും കടന്നു പോയാൽ പറ്റൂല. തമുറു അഖാരിബി ജനബാതി ഖബരി കന്ന ഖാരിബി ലം യഅരിഫൂനി ذو الميراث يقتسمون مالي ولا يلون أن جهدوا ديوني. നബി തങ്ങളുടെ പരിശുദ്ധമായ ഹദീസാണ് പ്രിയപ്പെട്ടവരെ. ആ ഹദീസ് മഹാരഥന്മാര് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കവിതാശകലങ്ങളിലൂടെ പഠിപ്പിച്ചു തന്നത് ഖബറാളികളുടെ വിലാപമാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പരിശുദ്ധമായ മജ്‌ലിസിലേക്ക് വന്നപ്പോൾ പോലും അവരെ വിളിച്ചു പറഞ്ഞു, ജുമയ്ക്ക് വേണ്ടി നിങ്ങൾ ഈ പള്ളിയിൽ വരുമ്പോ പോലും അവരോട് സലാം പറയാറില്ല. അസ്സലാമു അലൈക യാ അബീ വഇന്നാ അസ്സലാമു അലൈക്കും യാ അഹ്ലദ് ദിയാരി വൽ ഖുബൂർ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ.
ഒരു സലാം പോലും പറയാതെ നിങ്ങൾ പള്ളിക്കകത്ത് കടക്കുമ്പോ, നിങ്ങൾ ഈ മജ്ലിസിലേക്ക് വാതിന് വന്നപ്പോ നിങ്ങളെ ബാപ്പ നിങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, റൂഹിന്റെ ലോകത്ത് വെച്ച് നിങ്ങളെ ഉമ്മ നിങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു. ആ ഖബറാളികളുടെ റൂഹിന്റെ വേദന ഏതെന്നറിയോ? തമുറു അഖാരിബി. എന്റെ മക്കളാണല്ലോ പടച്ചവനെ ഈ പോകുന്നത്, എന്റെ മകളാണല്ലോ പടച്ചവനെ പോകുന്നത്, എന്റെ മകനാണല്ലോ അല്ലാ ജുമയ്ക്ക് വേണ്ടി പള്ളിയിൽ വന്നത്. എവിടെ? ജനബാത്തി ഖബരി. ഞാൻ കിടക്കുന്ന മണ്ണറക്കൂടിന്റെ ഓരത്തുകൂടിയാണല്ലോ അല്ലാ എന്റെ പൊന്നുമോനിതേ പള്ളിക്കകത്ത് കയറി പോകുന്നത്. എന്റെ ചാരത്തുകൂടിയാണല്ലോ എന്റെ മകള് കുടുംബസമേതം യാത്ര ചെയ്തു പോകുന്നത്. വലയലോ കന്നഖാരിബി ലം യരിഫൂനി. പടച്ചവനെ, ഒരു സലാം പോലും എന്റെ മകൻ എന്നോട് പറഞ്ഞില്ലല്ലോ അല്ലാ, ഒരു സലാം പോലും എനിക്ക് പറഞ്ഞില്ലല്ലോ അല്ലാ. എന്റെ മകനെ ബാപ്പാനെ അറിയാത്തത് പോലെയാണല്ലോ റബ്ബേ, ഇങ്ങനൊരു ഉമ്മ ഉണ്ടായിരുന്നെന്ന് എന്റെ മകന് അറിയാത്തത് പോലെയാണല്ലോ പടച്ചവനെ. കന്നഖാരിബി ലം യരിഫൂനി. ഈ ബാപ്പ മരിക്കാൻ ഈ മക്കള് കാത്തിരുന്നോ അല്ലാ? ഈ ഉമ്മ മരിക്കാൻ ഈ മക്കള് കാത്തിരുന്നോ അല്ലാ? ذو الميراث يقتسمون مالي ولا يعلون أن جهدوا ديوني. എന്റെ മരിച്ച് 3 കഴിഞ്ഞതോടുകൂടി തന്നെ എന്റെ മക്കൾ ഒരുമിച്ച് കൂടി സ്വത്ത് മുഴുവനും പങ്കിട്ടു. അവരെടുത്തോട്ടെ, അവര് തിന്നോട്ടെ. പക്ഷേ അപ്പോഴും ഈ ബാപ്പ സ്വന്തം അപ്പുറത്തെ കടയിൽ പറ്റുവരെ വെച്ച 1000 രൂപയുടെ കടം എന്റെ മക്കള് മറന്ന് കളഞ്ഞല്ലോ അല്ലാ. ആ കടം എന്റെ സ്വത്തിൽ നിന്ന് പോലും എന്റെ മക്കള് വീട്ടിയില്ലല്ലോ അല്ലാ. ذوي الميراث يقتسمون مالي. എന്റെ സ്വത്ത് മുഴുവനും കൊണ്ടുപോയ മക്കൾ, ആ മക്കളെ മുമ്പിൽ മക്കളെ നിങ്ങളെ പിതാവ് തരാനുള്ള 50,000 രൂപ അത് തരണേ എന്ന് എന്റെ കടക്കാരൻ വന്ന് അവകാശം പറഞ്ഞപ്പോ എവിടെ അതിന്റെ തെളിവ്, എവിടെ അതിന് എവിഡൻസ്, അതിനെവിടെ പ്രൂഫ് എന്ന് ചോദിച്ചുകൊണ്ട് അവരെ കളിയാക്കി തിരിച്ചുവിട്ട് എന്നോടുള്ള ബാധ്യത എന്റെ മക്കള് മറന്നുപോയല്ലോ അല്ലാ. വഖദ് അഖദു സിഹാമഹും വസൂ ഫയാലല്ലാഹി അസ്റമാ നസൂനി. ഇങ്ങനെ നല്ല മക്കളല്ലെങ്കിൽ വിലപിച്ച് വേദനിച്ച് റൂഹുകൾ അവിടെ കിടക്കും. അല്ല, നല്ല മക്കളാണെങ്കിൽ സന്തോഷിച്ചു. ഓ, റൂഹുകളുടെ ലോകത്ത് അഭിമാനം പറയുന്ന എന്നെ ഓർത്താ എന്റെ മോൻ കൊടുത്തത്, എന്നെ ഓർത്താ എന്റെ മോള് കൊടുത്തത്. ഇങ്ങനെ ഒരു മോളെ എനിക്ക് എന്റെ അല്ലാഹ് തന്നല്ലോ, ഇങ്ങനെ ഒരു മോനെ എനിക്ക് എന്റെ അല്ലാഹ് തന്നല്ലോ. ഔഫും സ്വഹാബും 2 സ്വഹാബിമാരാ. ഔഫ് ബിൻ മാലിക്കും സ്വഹാബ് ബിൻ ജുസാമയും 2 സ്വഹാബികൾ. ഇവര് ദുനിയാവിലെ പറഞ്ഞു മരിച്ചതിന് ശേഷം നമ്മുടെ റൂഹുകൾ തമ്മിൽ സന്ധിക്കുമെന്ന്. സന്ധിച്ചില്ലേ? ഇബ്നു അബി ദുനിയ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട് അവരുടെ അനുഭവങ്ങൾ, അവരെ വീട്ടിലെ അനുഭവങ്ങൾ പരസ്പരം വിളിച്ചു പറഞ്ഞത്. സ്വഹാബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ്, ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ് ആദ്യം മരിക്കുന്നത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ കൊണ്ട് വിപ്ലവം ഖബറിന്റെ ഉള്ളറയും 4ാമത്തെ ലോകം അത് വിശാലമാകും, അത് ചുരുങ്ങും. അതിനകത്ത് ഇടിയുണ്ട്, അടിയുണ്ട്, സന്തോഷമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. ഇതെല്ലാം അതിനകത്ത് അല്ലാഹ് ഒരുക്കി തരും. റൂഹുകളുടെ ലോകം, ബർസഖിയായ ലോകം. മണ്ണറക്കൂടാകാം, പക്ഷികളുടെ ഉള്ളറയിലാകാം, എന്തോ ആകാം. അങ്ങനെ ഒരു അത് എത്ര കാലം? അത് നമ്മളെ ഇവിടത്തെ പോലെ 60 വർഷമോ 70 വർഷമോ 50 വർഷമോ ഒന്നും അല്ല. അതിനൊരു നിശ്ചിത കാലമുണ്ട്. എത്ര കാലോ? ലോകം അവസാനിക്കുന്നത് വരെ ഈ റൂഹിന്റെ സഞ്ചാരം ഇതിനകത്താണ്. ഖബറിന്റെ ഉള്ളറയിൽ ആ സഞ്ചാരം കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്നുള്ള അർത്ഥത്തിനല്ല. പിന്നെ ലോകം അവസാനിക്കുന്ന സമയം വരെ, അന്ന് മരിച്ച ആള് മുതൽ ഇനി ലോകം അവസാനിക്കുന്നത് വരെ മരിക്കുന്നവർ, നമ്മൾ അതിൻ്റെ ഇടയിലായിരിക്കും. അപ്പോൾ നമ്മളടക്കം ഖബറിന്റെ ഉള്ളറയിലുള്ള ആ റൂഹിന്റെ അവസ്ഥയിലുള്ള ജീവിതം, അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുക.
ആ ഒരു ബന്ധത്തോടൊപ്പമുള്ള ജീവിതം അങ്ങനെ തന്നെ ജീവിക്കും. റൂഹുകളുടെ ലോകത്ത് റൂഹുണ്ടാവും, ശരീരവുമായി ബന്ധപ്പെടും. ഖബർ അങ്ങനെ മണ്ണ് തിന്നുന്ന ശരീരം ഉണ്ടാവും, പുഴു തിന്നുന്ന ശരീരം ഉണ്ടാവും, ഇതൊന്നും തിന്നാത്ത ശരീരം ഉണ്ടാവും, അല്ലേ? ഇതൊന്നും തിന്നാത്ത ശരീരം ഉണ്ടാകും. അങ്ങനെ തന്നെ കിടക്കും. അല്ല മാനിച്ച ചില ശരീരങ്ങൾ എന്ന് വിചാരിച്ച് മഹാന്മാരുടെ ശരീരം ആയതുകൊണ്ട് മഹാന്മാരുടെ ശരീരം എല്ലാം അങ്ങനെ എന്നൊന്നും കരുതണ്ട. അത് പ്രവാചകന്മാരുടെ ശരീരമാണ്. ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ. അംബിയാക്കളുടെ ശരീരം തൊടില്ല. എന്താവട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ കാലം കഴിഞ്ഞു. അന്തിമ കാഹളം മുടങ്ങുന്നത് വരെ ഈ നമ്മുടെ റൂഹുകളുടെ സഞ്ചാരം ഖബറുമായി ബന്ധപ്പെട്ടിട്ടാണ്. അനുഭവം കംപ്ലീറ്റ് ഖബറുമായി ബന്ധപ്പെട്ടു. എത്ര കാലമാണോ അത്രയും കാലം. ലോകം അവസാനിക്കും. അപ്പോഴും ഖബറിന്റെ ഉള്ളറയിൽ ഒന്നും അറിയില്ല. ലോകം എല്ലാം അവസാനിച്ചു, എല്ലാം തീർന്നു. കാനല്ലാഹു വലമുക്കൽ ഷൈഉൻ, അല്ലാഹു അല്ലാതെ മറ്റൊന്നും ബാക്കിയില്ലാത്ത ഒരു കാലം. എന്നാത് ഒരു വെള്ളിയാഴ്ച, യൗമുൽ ജുമുഅ, ഒരു ജുമുഅ ദിവസം, ഒരു വെള്ളിയാഴ്ച ദിവസം രാവിലെ ദുഹായുടെ നേരം കഴിഞ്ഞു. സൂര്യൻ കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് പൊട്ടിവീണു. ഏകദേശം 7 മുഴത്തിനപ്പുറം, 7 കുന്തോ നമ്മുടെ കണക്കിൽ പറഞ്ഞ 7 മുഴത്തിനപ്പുറം ഉയർന്നു പൊങ്ങി. ഭൂമിയിൽ സൂര്യന്റെ ചെറിയ ചൂടോടുകൂടി വെളിച്ചം പരന്നുകൊണ്ടിരിക്കുന്ന ഒരു ഉച്ചയോടടുത്തിരിക്കുന്ന നേരം, നമ്മുടെ ദുഹായുടെ നേരം. ഈ ദുഹായുടെ നേരത്ത് അല്ലാഹു തആല ആകാശങ്ങൾക്കും അപ്പുറം അർശെന്ന രാജകീയ സിംഹാസനത്തിന്റെ താഴ്ഭാഗത്തായിട്ട് ഒരു നാൽക്കാലിയുടെ കൊമ്പിനോളം സാമ്യതപ്പെടുത്തിയിരിക്കുന്ന സൂർ എന്ന സൃഷ്ടിയുടെ മുഖത്തേക്ക് തന്റെ മുഖം ചേർത്ത് പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അന്തിമ കാഹളത്തിന് വേണ്ടിയുള്ള വിളിയാളത്തിന് വേണ്ടി കാതുകൂർപ്പിച്ച് കാത്തിരിക്കുന്ന ഇസ്രാഫീലിനോട് ഊതാനുള്ള കൽപ്പന. അപ്പോഴും അന്ന് ഇവിടെ വേളാവൂര് താമസിക്കുന്നവർക്കും അറിയില്ല ഇപ്പൊ ഇതൊക്കെ തകർന്ന് വീഴുമെന്ന്. ആ നേരത്തും അറിയില്ല. ഉടനെ ആൾ ഊതും. ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, ഈ മോഡൽ ഊതലൊന്നുമല്ല. റൂഹിന്റെ മലക്കിന്റെ ഒരു ഊതലുണ്ട്, അത് നമുക്കറിയില്ല. അല്ല അവരോട് പ്രകാശത്തിന്റെ ശരീരം എന്നൊക്കെ കേൾക്കുമ്പോ ബൾബിന്റെ ഈ പ്രകാശം പോലെ അല്ലല്ലോ. നമ്മൾ ജിബ്രീലിനൊക്കെ പലവട്ടം പറഞ്ഞത്. അതേപോലെ ഒരു ഊതലുണ്ട്. ആ ഊതലങ്ങോട്ട് ഊതും. ആ ഊതലങ്ങോട്ട് ഊതി കഴിയുന്നതോടുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രപഞ്ചം തകർന്നു, ലോകം അവസാനിച്ചു. പെട്ടെന്നൊന്നും തീരൂല. അതിനൊരുപാട് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. فَإِذَا نُفِخَ فِي الصُّورِ نَفْخَةٌ وَاحِدَةٌ وَحُمِلَتِ الْأَرْضُ وَالْجِبَالُ فَدُكَّتَا دكة واحدة وهي يوم تكون السماء كالمهل وتكون الجبال كالعهن ولا يسأل حميم حميما يوم ترونها تذهل كل مرضعة عما أرضعت وتضع ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. ഒരുപാട് സ്ഥലത്ത് അള്ളാഹുവിന്റെ ഖുർആൻ വിവരിക്കുന്നുണ്ട് ലോകാവസാനവുമായി ബന്ധപ്പെട്ട്. സൂറത്ത് സുമറിലൂടെ അള്ളാഹു തആല കംപ്ലീറ്റ് തീർത്തു. ഫസയഖ മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് ഇല്ലാ മൻ ശാ അല്ലാഹ് ثم نفخ فيه أخرى فإذا هم قيام ينظرون. നമ്മുടെ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ലോകാവസാനം എന്താവട്ടെ, ലോകം അവസാനിച്ചു, എല്ലാം തീർന്നു. അവിടെ എങ്ങും നമ്മുടെ റൂഹുകളുമായിട്ട് ഈ വിഷയത്തിൽ ബന്ധം വരുന്നില്ല. എല്ലാം തീർന്നു. സമുദ്രങ്ങളൊക്കെ കത്തി വിറച്ചു. കത്തിപ്പൊട്ടും സമുദ്രം കത്തുന്ന ദിവസം ആകാശം ഉരുകി ഒലിക്കും. കേവലം ഖുർആൻ പറഞ്ഞു യൗമ, ആകാശത്തെ ചുരുട്ടുന്ന കോലം അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്
കൈവെള്ളയിലിരിക്കുന്ന പേപ്പർ ചുരുട്ടിയെറിയും പോലെ. സൂറന്ന കാഹളത്തിൽ ഊതി കഴിയുമ്പോൾ കേവലം കയ്യിലിരിക്കുന്ന ഒരു പേപ്പർ സിജില്ലിൽ കുത്തുബ് അല്ലേ, സിജില്ലിൽ കുത്തുബ്. കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദുഹു വഅദൻ അലൈനാ ഇന്നാ കുന്നാ ഫാഇലീൻ യൗമ നത്വി السماء കത്വി السجل للكتب. ഖുർആന്റെ പ്രഖ്യാപനം, അന്നേ ദിവസം നത്വി, നമ്മൾ ചുരുട്ടും നബിയെ, ചുരുട്ടും. നമ്മൾ എന്ത് കരുതി ലോകാവസാനത്തിന്റെ വിപ്ലവം, നമ്മൾ ചുരുട്ടും. എങ്ങനെ ചുരുട്ടും? എന്തിനെ? അസ്സമാ, ഈ പ്രവിശാലമായ ആകാശമുണ്ടല്ലോ, ഈ ആകാശത്ത് നമ്മൾ ചുരുട്ടിക്കളയും നബിയേ. എങ്ങനെ ചുരുട്ടുന്നതെന്നറിയുമോ? ഒരു പുസ്തകത്തിന്റെ ഇതള് കൈവെള്ളയിൽ വെച്ച് ചുരുട്ടും പോലെ ഈ ആകാശത്തെ ചുരുട്ടി എറിയും നബിയേ. കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദുഹു വഅദൻ അലൈനാ ഇന്നാ കുന്നാ ഫാഇലീൻ. അതുവരെ ആലമുൽ ബർസഖ്, അതുവരെ റൂഹിന്റെ 4ാമത്തെ ഘട്ടമാണ് സഞ്ചാര പഥങ്ങൾ. അങ്ങനെ ലോകം തീർന്നു. പിന്നെ 40 വർഷം അല്ല മാത്രമായി നിലകൊണ്ടു. ഈ 40 വർഷം കഴിഞ്ഞതിന് ശേഷം 40 വർഷം അള്ളാഹ്ക്ക് ഇവിടെ എന്തൊക്കെയോ സിറുകളുണ്ട് കേട്ടോ. യൗമ ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹി വാഹിദുൽ ഖഹാർ എന്നൊക്കെ അല്ല ചോദിക്കുന്ന നേരം അതാ. ഈ 40 വർഷം അല്ല മാത്രം ബാക്കി. കാനല്ലാഹു വലം യകുൻ ശൈഉൻ, അല്ലാഹു അല്ലാതെ ലോകത്ത് മറ്റൊന്നുമില്ലാത്ത കാലങ്ങൾക്ക് അതീതമായ കാലത്തിലേക്ക് കാലം തിരിച്ചു പോകും. അല്ല മാത്രം ബാക്കി. അങ്ങനെ അല്ല മാത്രം ബാക്കിയായ ആ കാലം കഴിഞ്ഞതിന് ശേഷം എത്ര നാളായി തുടങ്ങിയിട്ടെന്നാ, പ്രപഞ്ചം തുടങ്ങിയിട്ട് കാലം കുറേ. ആദം നബി തുടങ്ങിയിട്ട് ഇത്രയും നാളായിട്ട് 13,000 ചില്ലറ വർഷമായിട്ടുള്ളൂ. മാക്സിമം പോയ 14,000 തികഞ്ഞിട്ടില്ല എന്നാ. 14,000 തന്നെ തികഞ്ഞിട്ടില്ല. ആദം നബി ഭൂമിയിൽ മലക്കിന്റെ ചിറകിലൂടെ വന്നിറങ്ങിയിട്ട് ദേ 2014 വരെ കണക്കങ്ങനെ പോവും. തീരാറായി, എന്താവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഈ 40 വർഷം കഴിഞ്ഞിട്ട് അള്ളാഹു ഇസ്രാഫീലിന് ജീവൻ കൊടുക്കും. അസ്രായിൽ എല്ലാവരെയും ചൊല്ലിച്ചുണർത്തും. ആദ്യം 4 മുഖറബീങ്ങളായ മലക്കുകൾ, പിന്നെ താജുൽ അത്തഖിയാഹ് കൊടുത്തിട്ട് നബിയുടെ ലിവാ ഉൽ ഹംദോടുകൂടി നബിയുടെ മുമ്പിലേക്ക് കൊണ്ടുചെല്ലും. ബുറാക്ക് കൊണ്ടുചെല്ലും. നബി എഴുന്നേക്കും. നബി തങ്ങൾ ബുറാക്കിൽ കയറും, തിരിച്ചു വരും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇസ്രാഫീലിനോട് പറയും, രണ്ടാമതൊന്നുകൂടി ഊതാൻ പറയും. ഇസ്രാഫീൽ 2ാമത് സൂറന്ന കാഹളത്തിൽ ഊതും. ഊതി കഴിയുന്നതോടുകൂടി, അപ്പൊ നമ്മളൊന്നും ഇല്ലല്ലോ, കാരണം നമ്മുടെ ശരീരങ്ങളൊക്കെ മണ്ണ് തിന്ന് തീർത്തു. പള്ളിക്കാട്ടിലാണെങ്കിലും മണ്ണ് തിന്നൂലേ, മണ്ണും എല്ലാം തിന്ന് തീർത്തു. ഒന്നുമില്ല, വെറും ശൂന്യത മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് അല്ലാഹു തആല ഇസ്രാഫീലിനോട് പറയും, 2ാമത് സൂറന്ന കാഹളത്തിൽ ഒന്നുകൂടി ഊതാൻ പറയും. ഫഇദാ നുഫിഖ ഫിസ്സൂർ فصعق من في السماوات ومن في الأرض إلا من شاء الله ثم نفخ فيه أخرى فإذا هم قيام ينظرون. 2ാമത് സൂറന്ന കാഹളത്തിലൂതുന്നു. ഉടനെ നമ്മുടെ ഖബറിന്റെ ഉള്ളറകളിൽ ഒരു അശരീര കേൾക്കുന്നു. അയ്യത്തുഹൽ അജ്സാദുൽ ബാലിയ واللذام النخرة والشعور المتفدقة واللهام المتمزقة هلموا 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 إلى الحساب. ഒരു ശബ്ദം വരെ, ശബ്ദം വന്ന് മുട്ടും. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അത് ചെന്ന് മുട്ടും. ഈ മണ്ണറക്കൂട്ടിൽ മലീമസമായി കിടന്ന, നിർജീവമായി പോയ, ശൂന്യമായി പോയ എല്ലുകളെ തിരിച്ചു വരിക, മാംസങ്ങളെ തിരിഞ്ഞു പോവുക, കൊഴിഞ്ഞുപോയ രോമങ്ങളെ തിരിച്ചു വരിക, അസ്ഥികളെ തിരിച്ചു വരിക, രക്തം തിരിച്ചു വരിക. എല്ലാം എങ്ങനെയാണോ പഴയ രീതി അതേപോലെ ഒന്നാകുക. ഹലുമ്മു ഇലൽ ഹിസാബ്, നിങ്ങളെ ഇതാ ഹിസാബിന് വേണ്ടി വിളിക്കപ്പെടുന്നു. ആത്മാവിന്റെ 5ാമത്തെ ഘട്ടത്തിലേക്ക് യാത്രയുടെ വിളി തീരുന്നതും എൻ്റെ പ്രിയപ്പെട്ടവരെ പഴയതുപോലെ ശരീരം തിരിച്ചു വരുന്നു. ഉടനെ നമ്മുടെ പഴയ റൂഹുണ്ടല്ലോ, നമ്മളെ റൂഹ്, ആത്മാവ്,
ഇതിനെ കൂട് തുറന്നു വിടും. ശരീരം ഇവിടെ ക്ലിയർ ആയതിനു ശേഷം അതിനെ കൂട് തുറന്നു വിടും. കൂടെന്ന് പറയുമ്പോൾ ഇതിനെ അടച്ചിരിക്കണ കോഴി പോലെയൊന്നും വിചാരിക്കേണ്ട. അതിൻ്റെ ലോകത്തുനിന്ന് അതിനെ തുറന്നു വിടും. നേരെ റൂഹുകൾ ഇറങ്ങും. കംപ്ലീറ്റ് റൂഹം വന്ന് അബൂ റബീന്റെ ശരീരം എവിടെയാണോ രണ്ടാമതായിട്ട് ഒരു സ്വരൂപിച്ചിട്ട് പഴയതുപോലെ ആക്കി എവിടെ കിടത്തിയിരിക്കുന്നു, എൻ്റെ ശരീരത്തിനകത്ത് വന്ന് കയറും എൻ്റെ റൂഹ്. തിരുഹദീസ നബിയുടെ നിങ്ങളുടെ റൂഹ് എവിടെ, അവിടെ നിങ്ങളുടെ ശരീരങ്ങളിലെ നിങ്ങളുടെ ശരീരം എവിടെ, അവിടെ നിങ്ങളുടെ റൂഹ് വന്ന് കയറും. കണ്ണു തുറന്നു, എഴുന്നേറ്റു. എങ്ങനെ എണീക്കുക? ഉറക്കിൽ നിന്ന് ഉണരും പോലെ എണീക്കും. ആത്മാവിന്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള യാത്ര. അങ്ങനെ പെട്ടെന്ന് എണീക്കും. സമയം കുറേ. അങ്ങനെ പെട്ടെന്ന് എണീക്കും. ഉറക്കിൽ നിന്ന് എണീച്ചതുപോലെ എണീക്കും. എന്താ, ആരാ വിളിച്ചുണർത്തിയെന്നൊക്കെ ചോദിക്കും. അതാ വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിലൂടെയൊക്കെ പറഞ്ഞത്. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. ഉറക്കിൽ നിന്ന് ഉണരുന്നത് പോലെ എഴുന്നേൽക്കുന്നു. ബസ്ര എന്ന വിവരം കേൾക്കുന്നു. ബസ്രയിലേക്കുള്ള വെളിയാളമാണെന്ന വിവരം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വേളാവൂര് പള്ളിക്കാട്, അന്നും ഈ പള്ളിക്കാട് പ്രിയപ്പെട്ടവരെ ശ്മശാന ഭൂമികയിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും കബറ് പൊട്ടി എഴുന്നേൽക്കുന്നു. ഇവിടത്തെ ഭൂമിയുടെ പച്ചപ്പുകൾ അല്ലാഹു മാറ്റുന്നു. ലാ ഇബദം ഫിഹാ വലാ അംതാ, കുഴിയില്ലാത്ത, വളവില്ലാത്ത, കുന്നില്ലാത്ത, പർവ്വതമില്ലാത്ത സമനിരപ്പായ വെള്ള ഭൂമികയാക്കി, വെണ്ണ ഭൂമികയാക്കി ഈ ഭൂമികയെ അല്ലാഹു തആല കടഞ്ഞെടുക്കുന്നു. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത് വബറസൂ ലില്ലാഹി വാഹിദുൽ ഖഹാർ. ഞാൻ ചുരുക്കട്ടെ പ്രിയപ്പെട്ടവരെ, സമയം അനുവദിക്കുന്നില്ല. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല ഭൂമിയുടെ കലർപ്പില്ല, അല്ലാഹു ഭൂമിയുടെ പച്ചപ്പ് മാറ്റുന്നു. എന്നിട്ട് വെളുവെളുത്ത സമനിരപ്പായ ഭൂമികയാക്കി ഈ ഭൂമികയെ മാറ്റുന്നു. ഈ ഭൂമികയിലേക്ക് കബർ പൊട്ടിയിട്ട് നമ്മൾ റൂഹുകൾ ശരീരങ്ങളോടൊപ്പം തിരിച്ചെഴുന്നേക്കുന്നു. ആത്മാവിന്റെ വിസ്മയാത്രകളുടെ അഞ്ചാമത്തെ ഘട്ടം പ്രിയപ്പെട്ടവരെ, അല്ലാ അങ്ങനെ എഴുന്നേറ്റുകൊണ്ട് ബസ്രയിലേക്ക് ഞാനും നിങ്ങളും നടന്നു നീങ്ങുന്നു. അള്ളാഹുവിന്റെ ഭീകരമായ ബസ്രയിലേക്ക് നടന്നു നീങ്ങുമ്പോ ഈ റൂഹുള്ള ശരീരങ്ങൾ 40ഓളം വിഭാഗങ്ങളായി രൂപാന്തരപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ചുരുക്കി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവര്. ചിലര് കുരങ്ങിന്റെ രൂപത്തിലാണ് കടന്നു പോവുക. ശ്രദ്ധിക്കുക, അതിന്റെ കാരണം എന്തെന്ന് പറയാൻ ഈ സമയം എന്നെ അനുവദിക്കുന്നില്ല. ചിലര് പോകുന്നത് നാക്കിട്ട് പട്ടിയെ പോലെ നാക്ക് തൂക്കിക്കൊണ്ടാണ്. ഒരു കൂട്ടര് കടന്നു പോകുന്നത് കസൂറത്തുൽ ഖിൻസീർ, പന്നിയുടെ രൂപത്തിലാണ് കടന്നു പോവുക. ഒരു കൂട്ടർ കാല് മുകൾ പോണ്ടാക്കി തലയിട്ടടിച്ചുകൊണ്ടാണ് പോകുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഓരോ അതിക്രമത്തിന്റെ ശൈലിയിലുള്ള ശമ്പളം പ്രിയപ്പെട്ടവര്. റൂഹിന്റെ അടുത്ത ഘട്ടം മസ്റയിലേക്ക് നടന്നു നീങ്ങുന്നു. ശരീരത്തോടൊപ്പം തന്നെ പല രൂപങ്ങളിലും കോലങ്ങളിലുമായി ഈ ശരീരം അല്ലാഹുവിന്റെ മസ്റയിലെത്തുന്നു. അവിടെ വെച്ച് വിചാരണ ചെയ്യുന്നു. വിശാലമായ വിചാരണ, അതും 50,000 വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു നിയോൺ ബൾബ് കത്തിച്ചിടുന്ന ലാഘവത്തോടുകൂടി സൂര്യനെ അല്ലാഹു തആല കത്തിച്ചു വെക്കുന്നു. ആ താപം വിജൃംഭിച്ച് ഛർദിച്ചുകൊണ്ടിരിക്കുന്ന ബാലാർക്കന്റെ ചൂടിന്റെ മുമ്പിൽ 50,000 വർഷം ഉരിഞ്ഞു നിൽക്കുന്നു. അതിനുശേഷം അല്ലാഹു തആല വിചാരണയ്ക്ക് വിളിക്കുന്നു. ആ വിചാരണയുടെ അവസാന നേരത്തെ സംബന്ധിച്ച് നബി തങ്ങൾ വിളിച്ചു പറഞ്ഞു, മൻ ഹൂസിബ ഉദ്ദിമാ. ആര് നാളെ അല്ലാഹു തആല വിചാരണയ്ക്ക് വിളിച്ചാലും, ആര് നാളെ അല്ലാഹു തആല വിചാരണയ്ക്ക് വിളിച്ചാലും അവര് ശിക്ഷിക്കപ്പെടുമെന്നുള്ളത് തീർച്ചയാണ്. അതേ വേളാവൂരുകാരെ, നാളെ സ്വന്തം പേരും ബാപ്പാന്റെ പേരും ചേർത്ത് വെച്ചുകൊണ്ടാണ് മസ്റയിൽ വിചാരണയ്ക്ക് വിളിക്കുക. എല്ലാ അടിമകളെയും അവരുടെ അഡ്രസ് അടക്കം വിളിക്കുന്നു. എന്താണ് ഇസ്ലാമിന്റെ അഡ്രസ് എന്നടക്കുമോ അറിയുമോ? പിതാവാണ്. ആ പിതാവിന്റെ പേരോട് ചേർത്ത് മകന്റെ പേര് വിളിക്കുന്നു.
ആ മകന്റെ പേര് വിളിച്ചുകൊണ്ട് മാറി നിൽക്കടാ എന്ന് അഡ്രസ് അടക്കം പറയുന്നു. അങ്ങനെ മാറി നിർത്തിക്കൊണ്ട് ആരെ വിചാരണ നീണ്ട നാളിൽ അല്ലാഹു തആല പൊരിച്ചു നിർത്തിയാലും അവന്റെ ജീവിതത്തിൽ നിന്ന് ഒരു ദിവസമാണ് വിചാരണ ചെയ്യുന്നതെങ്കിലും, അവന്റെ ജീവിതത്തിൽ നിന്ന് ഒരു മണിക്കൂറാണ് വിചാരണ ചെയ്യുന്നതെങ്കിലും ആത്മാവ് ശിക്ഷിക്കപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. യൗമ യുഖദു ബിന്നവാസി വൽ അഖദാം. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം ഈ റൂഹ് വിചാരണയിൽ നിന്ന് പരാജയപ്പെട്ടുകൊണ്ട് താഴെ വീഴുമ്പോ മാലാഖമാരോടി വന്നിട്ട് ഇവന്റെ കാല് പിടിച്ച് മൂർധാവിലേക്ക് വളയ്ക്കുന്നു. അല്ലാ, ഇവന്റെ കാൽപാദങ്ങളെ വളച്ചുകൊണ്ട്, വില്ലുപോലെ വളച്ച്, നട്ടല് വളച്ചുകൊണ്ട് പിൻഭാഗത്തിലൂടെ കാൽപാദം പിടിച്ച് മൂർധാവിലെ മുടിക്കുത്തിനോട് പിടിച്ചു കെട്ടുന്നു. അതിന് മാത്രം മുടി അല്ലാഹു വലിച്ചു നീട്ടുന്നു. അങ്ങനെ വലിച്ചു നിറച്ചുകൊണ്ട് വയറിലൂടെ ഇടയടാ, ഭൂമിയിൽ പാമ്പിഴയുന്നത് പോലെ നിന്റെ ഉദരം കൊണ്ട് ഇടയടാ എന്ന് അല്ലാഹു തആല വിളിച്ചു പറയുന്നു. പ്രിയപ്പെട്ടവരെ, യൗമ യുഖദു ബിന്നവാസി വൽ അഖദാം. ആത്മാവിന്റെ ആറാമത്തെ ഘട്ടമാണ് മഹ്ശർ. പ്രിയപ്പെട്ടവരെ, വിശാലമാണ്. അവിടെ ആത്മാവ് അനുഭവിക്കുന്ന ഭീകരതകൾ ഒരുപാടുണ്ട്. 50,000 കൊല്ലം ദിവസം നീണ്ടു നിൽക്കുന്ന 36 ഡിഗ്രിയുടെ ചൂടുവെള്ളം കൊല്ലാനുള്ള ശേഷി ഈ ദുനിയാവിൽ റൂഹിന് സജ്ജീകരിക്കപ്പെട്ട ശരീരത്തിന് സാധിക്കുന്നില്ല എങ്കിൽ ഇതേ ശരീരത്തിന് പവർ കൂട്ടിക്കൊണ്ട് 50,000 വർഷം, 1 കോടിയിലധികമുള്ള ഈ താപം മുഴുവനും കൊണ്ടു നിൽക്കേണ്ട അവസ്ഥ അല്ലാഹു തആല റൂഹിന് തരുന്നു. അങ്ങനെ 50,000 വർഷം ഒരുക്കി നിർത്തിയതിന് ശേഷം പിന്നെയാണ് വിചാരണ. പ്രിയപ്പെട്ടവരെ, യൗമയദു ആദമും വാ അംബിയാ നഫ്സി 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 നഫ്സിഹാ യൗമയദു ഖൈറു ഖൽഖിൽ അംബിയാ ഉമ്മത്തിയാ ഉമ്മത്തിയാ ഖൗമിയാ. ചുരുക്കത്തെ പ്രിയപ്പെട്ടവരെ, ആറാമത്തെ ഘട്ടവും കഴിഞ്ഞതിന് ശേഷം ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ. സ്വർഗത്തിന്റെ നരകത്തിന്റെ പാർട്ടികളായി ഈ റൂഹുകളെ അല്ലാഹു തആല വിഭാഗീയപ്പെടുത്തുന്നു. അല്ലാഹു തആല വ്യവച്ഛേദിക്കുന്നു. അല്ലാഹു തആല പാരസ്പര്യപ്പെടുത്തുന്നു. അല്ലാഹു തആല വ്യത്യാസപ്പെടുത്തുന്നു. എന്നിട്ട് പുണ്യകർമ്മം സുഹൃതങ്ങളിലൂടെ സ്വർഗത്തിന് വേണ്ടി അധ്വാനിച്ച ആത്മാക്കളെ ആ ആത്മാവിന്റെ സഞ്ചാര പദങ്ങളുടെ അവസാനത്തെ സങ്കേതമാകുന്ന വിശുദ്ധമായ സ്വർഗത്തിന്റെ രാജകിരീടം അണിയിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ പുതുമണാമണന്മാരും പുതുമണവാട്ടിമാരുമാക്കി സ്വർഗത്തിന്റെ ഉള്ളറയിലേക്ക് മാറ്റുന്നു. ആത്മാവിന്റെ വിസ്മയാത്രകളുടെ അവസാനത്തെ ആറാമത്തെ ഘട്ടമാക്കി ഈ ഘട്ടം അല്ലാഹു തആല തീർക്കുന്നു. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്താൻ തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون. രണ്ടാമത്തെ കൂട്ടരുടെ റൂഹുകൾ, ആ റൂഹുകൾ അവിടെ നിന്ന് നിലവിളിക്കുന്നു. യാ ഹസറതാ യാ മുസീബത്താ. സ്വന്തം രോമങ്ങളെ പോലും പിച്ച് പിഴുതെടുക്കുന്നു. എന്നിട്ട് നിലവിളിക്കുന്നു, എന്റെ പരാജയമേ, എന്റെ നഷ്ടമേ. ആത്മാവിന്റെ വിസ്മയാത്രകളുടെ മൂന്നാമത്തെ ഘട്ടമാകുന്ന ആലമദ്ദുനിയ, ഈ ദുനിയാവിലെ ആയുസ് മുഴുവനും പരാജയപ്പെടുത്തി അതിക്രമം ചെയ്തതിന്റെ പേരിൽ നരകത്തിലേക്ക് തന്നെ ആത്മാവ് അതപ്പതിക്കുന്നതിന്റെ ഗതിയോർത്തുകൊണ്ട് ഈ റൂഹ് നിലവിളിക്കുന്നു. ആ നിലവിളിക്ക് ഉത്തരമില്ല പ്രിയപ്പെട്ടവരെ, ആ നിലവിളിക്ക് ഇജാബത്തില്ല പ്രിയപ്പെട്ടവരെ. കണ്ണുകളിലൂടെ രക്തമുറ്റിക്കുന്നു. അല്ലാ, കണ്ണുകളിലൂടെ രക്തം വിസർജിക്കപ്പെട്ട തരത്തിൽ ഇവരെ മുഴുവനെയും നരകത്തിന്റെ ചാവാലി പട്ടികളായി ഈ ആത്മാക്കളുടെ വിസ്മയാത്രകളുടെ അവസാനത്തെ ഘട്ടമാകുന്ന ഏഴാമത്തെ ഘട്ടമാകുന്ന നരകത്തിന്റെ ഉള്ളറയിലേക്ക് വലിച്ചെറിയുന്നു.
റഅയ്തുന്നാസ ഖദ് മാലൂ ഇലാ മൻ ഇൻദഹു മാലൂ വമൻ ലാ ഇൻദഹു മാലൂ فعنه الناس قد مالوا رأيت الناس قد ذهبوا إلى من عنده ذهبوا ومن لا عنده ذهبوا فعنه الناس قد ذهبوا. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല നിശ്ചയിച്ച കാലമത്രയും ഈ ആത്മാവി വലിയ ശരീരത്തോടൊപ്പം ശരീരത്തിന്റെ രൂപം മാറ്റും. 450 കിലോമീറ്ററോളം വീതി വരുന്ന ശരീരം അവർക്ക് നൽകുന്നു. എന്റെ വാക്കല്ല, ഇമാമുന ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, 450ഓളം കിലോമീറ്റർ വഴി ദൂരമുള്ള വലിയ ശരീരം ഇവർക്ക് നൽകുന്നു. ആ ശരീരത്തിൽ ഇവരുടെ ആത്മാവിനെ നിറയ്ക്കുന്നു. ഒരു പല്ല് പോലും 2.5 കിലോമീറ്റർ വരും. പ്രിയപ്പെട്ടവര്, അത്രത്തോളം ഉഹദ് പർവ്വതത്തിന് സമാനമായ പല്ല് കൊടുക്കുന്നു. അങ്ങനെയുള്ള വലിയ ശരീരം ഒരു ചുമലിൽ നിന്ന് മറ്റൊരു ചുമലിലേക്ക് ചെന്നെത്താൻ മസീറത്ത സലാസത്തി അയ്യാം, 3 ദിവസം യാത്ര ചെയ്യുന്ന തരത്തിലുള്ള വഴിദൂരമുള്ള വലിയ ശരീരം. ഈ ശരീരമാക്കി റൂഹിനെ നിറച്ചുകൊണ്ട് ആ റൂഹുള്ള ഈ ശരീരത്തെ ആത്മാവിന്റെ വിസ്മയാത്രകളുടെ പരാജിത സ്ഥലമാകുന്ന നരകത്തിന്റെ കറുകറുത്ത കനൽക്കട്ടകൾക്കിടയിലേക്ക് വലിച്ചെറിയുന്നു. അല്ലാഹ് നിശ്ചയിച്ച കാലമത്രയും അല്ലാഹുവിന്റെ ശാപമേറ്റ് വാങ്ങിക്കൊണ്ട് പട്ടികളെ പോലെ കുരച്ചുകൊണ്ട്, നായകളെ പോലെ കുരച്ചുകൊണ്ട്, പേപ്പട്ടികളെ പോലെ മോങ്ങി വീണുകൊണ്ട് അല്ലാഹു തആല നിശ്ചയിച്ച കാലമത്രയും ഈ ആത്മാവ് അതിന്റെ സഞ്ചാര പദങ്ങളുടെ അവസാനത്തെ മോശമായ ബിഅ്സൽ മസീർ, അവസാനത്തെ സങ്കേതമാകുന്ന നരകത്തിൽ കിടന്ന് തീക്ഷ്ണമായി, ഭീകരമായി, ഭീഭത്സമായി ശരീരം അനുഭവിക്കുന്നു. ശരീരം ചുട്ടുകൊള്ളുന്നു, ശരീരം നിറഞ്ഞൊഴുകുന്നു, ശരീരം ഉരുകി മാറ്റുന്നു. അതുകൊണ്ട് എന്റെ വിഷയം തീർക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട സഹോദര, ആത്മാവിന്റെ വിസ്മയാത്രകൾ എന്ന വിഷയം കേൾക്കുന്ന ഉമ്മ, നമ്മുടെ ആത്മാവിനെ സഞ്ചരിച്ച് തീർക്കേണ്ടത് സ്വർഗത്തിന്റെ ഉള്ളറയിലായിരിക്കണം. നമ്മുടെ ആത്മാവ് പോകുന്നത് 500 കിലോമീറ്ററോളം വലിച്ചു നീട്ടപ്പെട്ട ശരീരത്തിൽ സന്നിവേശിപ്പിക്കപ്പെട്ട തരത്തിൽ നരകത്തിന്റെ ഉള്ളറയിലാണെങ്കിൽ ഈ വേളാവൂരിന്റെ ശാപം നീയാണേ ഉമ്മ, ഈ വേളാവൂരിന്റെ ശാപം നീയാണേ പൊന്നമോനെ, ഈ ജന്മം പാഴാണ് പെങ്ങളെ, ഈ പ്രവർത്തികൾ വെറുതെയാണ് ഉമ്മ. അതുകൊണ്ട് തിരിച്ചറിയുക, അല്ലാഹുവിന്റെ അടിമകളായി ജീവിക്കുക. വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂൻ ഖാലൂ സലാമാ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദാ وقياما والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. الله ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ വിഷയത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ ഖുർആൻ ആയത്തുകളുടെ ബറക്കത്ത് കൊണ്ട്, തിരു ഹദീസുകളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സ്വർഗത്തിലേക്ക് എത്തുന്ന, നരകം കാണാതെ സ്വർഗത്തിലേക്ക് സഞ്ചരിച്ചെത്തുന്ന ആത്മാക്കളിൽ നമ്മുടെ ആത്മാക്കളെ മുഴുവനെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.